طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي وجب الشكر علينا ما دعا. السلام عليكم ورحمة الله تعالى وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله المولانا العظيم. من تعمد علي كذبا فليتبوأ مقعده من النار. صدق رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുവന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി പറയുവാനും അത് ഉൾക്കൊള്ളുവാനും ബാത്തിലിൽ നിന്ന് മാറി രക്ഷപ്പെടുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആലുവ കുന്നത്തേരി കോട്ടാർ ത്വരീഖത്ത് ഒരു പോസ്റ്റ്മോർട്ടം എന്ന പേരിലാണ് ഈ കാസറ്റ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. സ്വാഭാവികമായി ആലിമീങ്ങളാണെന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ വലിയവരാണെന്ന് പറയപ്പെടുന്ന രൂപത്തിൽ കാലങ്ങളായി ഒരു തരീഖത്തിൻ്റെ പേരും പറഞ്ഞ് നടക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ എന്നെപ്പോലെയുള്ള ചെറിയ കുട്ടികൾ അതിനെ എതിർക്കുന്ന സമയത്ത് പലർക്കും വിഷമം തോന്നിയേക്കാം. എന്തിനാണ് അതിനെ എതിർക്കുന്നത്? അവരെങ്ങാനും ശരിയാണെങ്കിലോ, അവരെങ്ങാനും വലിയ മഹത്തുക്കളാണെങ്കിലോ എന്ന ചോദ്യങ്ങൾ ചിലരിൽ നിന്നെങ്കിലും ഉത്ഭവിക്കാറുണ്ട്. ആ ഒരു ധാരണയെ തിരുത്തിക്കൊണ്ടാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അവിടുത്തെ ഫത്താവൽ ഹദീഥയിൽ പറഞ്ഞ ഒരു ഇബാറത്ത് കൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. വലഖദ് ബലഗനി അൻ ബഅലിൽ മുൻകിരീന അന്നഹു ഖീല ലഹു അത്തറുല്ല അൻ യകൂന ഖസ്മുക യൗമൽ ഖിയാമത്തി അശൈഖ മുഹിയുദ്ദീൻ ഇബ്നു അറബി. മുഹിയുദ്ദീൻ അറബി എന്ന് പറയുന്ന വ്യക്തി എഴുതി വച്ചതും പറഞ്ഞതും ശരീഅത്തിൻ്റെ പണ്ഡിതന്മാരെ അപേക്ഷിച്ച് ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ പേരിൽ പലരും ആ വ്യക്തിയെ ആക്ഷേപിച്ചിട്ടുണ്ടത്രേ. അങ്ങനെ ആക്ഷേപത്തിന് വിധേയമാക്കിയപ്പോൾ ആക്ഷേപിച്ച പണ്ഡിതന്മാരെ കണ്ടുകൊണ്ട് പലരും ചോദിച്ചു, ഇബ്നു അറബി തങ്ങൾ വഹുവ മിൻ ഔലിയാഇല്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു മഹൽ വ്യക്തിയാണെന്ന് ഒരുപാട് മഹത്തുക്കൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ആ വ്യക്തിയുടെ
ഇബാറത്തുകൾ നോക്കിക്കൊണ്ട് അവരെ നിങ്ങൾ എതിർക്കുകയാണെങ്കിൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ നിങ്ങളുടെ പ്രതിപക്ഷത്തല്ലേ അവർ വരിക, അത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഫഖാല നഅം, അതെ ഞാനത് ഇഷ്ടപ്പെടും. കാരണം ലി അന്ന ശൈഖ ഇൻകാന മുഹിക്കൻ വഹുവ യൻകശിഫു ലഹു അന്ന ഇൻകാരി ഇന്നമാ കാന ലില്ലാഹി ഫയഫറഹു ബിദാലിക. ഇബ്നു അറബി യഥാർത്ഥത്തിൽ നല്ല മനുഷ്യനാണ്. അദ്ദേഹം പ്രചരിപ്പിച്ചതും അദ്ദേഹം പറഞ്ഞതുമെല്ലാം സത്യമാണ് എങ്കിൽ ഞാൻ ആ വ്യക്തിയെ എതിർക്കുന്നത് അത് അള്ളാഹുവിന് വേണ്ടിയാണെന്ന് ആ മഹാനവറുകൾ അറിയുമ്പോൾ എന്നോട് സന്തോഷമുണ്ടാവുകയും എന്നോട് കൂടുതൽ സ്നേഹമുണ്ടാവുകയും ചെയ്യും. വൈങ്കാന മുബത്തിലൻ, ഇനി ഇബ്നു അറബിയുടെ വാദങ്ങൾ ബാത്തിലാണെങ്കിൽ ഫൽ വലബത്തുലി, വിജയം എനിക്ക് തന്നെയാണ്. ഫഅന ആമിനും മിൻഹു അലാ കുല്ലി തഖ്ദീർ, ഏത് നിലക്ക് പരിശോധിച്ചാലും രക്ഷപ്പെടാനും വിജയിക്കാനും എൻ്റെ വക്കൽ മാർഗമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇബ്നു അറബിയെ എതിർക്കാൻ കാരണം എന്ന് ഒരു മഹാൻ പറഞ്ഞതായി ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ ഫത്താവയിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിഖ്ഹ് പഠിച്ച പണ്ഡിതന്മാർ അല്ലെങ്കിൽ ശരീഅത്ത് പഠിച്ച പണ്ഡിതന്മാർ അവർ എങ്ങനെയാണ് ഈ സൂഫികളെയും മഹാന്മാരെയും എതിർക്കുന്നത്? അങ്ങനെ എതിർക്കാൻ പാടുണ്ടോ? അവർക്ക് എതിർക്കാൻ വകുപ്പുള്ളൂ. കാരണം ഹുക്കുമുൽ ഫിഖ്ഹി ആമുൻ ഫിൽ ഉമൂമി, ഫിഖ്ഹി മസ്അലകൾ അത് മൊത്തത്തിൽ എല്ലാവർക്കും ബാധകമായതാണ്. അതിൽ സൂഫി എന്നോ തങ്ങളെന്നോ മുസ്ലിയാരെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫിഖ്ഹിന്റെ വിഷയങ്ങൾ ഒരു ആലിമ് പറയുമ്പോൾ അത് കേൾക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. നേരെ മറിച്ച് കൊണ്ടുപോ ഹുക്കുമു തസവ്വുഫി ഖാസുൻ ഫിൽ ഖുസൂസ്, തസവ്വുഫ് അങ്ങനെയല്ല, അത് അതുമായി ബന്ധപ്പെട്ട അർഹതപ്പെട്ട ചില വ്യക്തികൾക്കുള്ളതാണ്. ലിഅന്നഹു മുആമലത്തുൻ ബൈനൽ അബ്ദി വറബ്ബിഹി മിൻ ഗൈരി സായിദിൻ അലാ ദാലിക വമിൻ സമ്മ സഹ ഇൻകാറുൽ ഫഖീഹി അല സൂഫി. അതുകൊണ്ട് തന്നെ ഒരു പണ്ഡിതനെ അപേക്ഷിച്ചുകൊണ്ട് സൂഫിയിൽ തെറ്റു വരുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കലും പറയലും, അതിനെ ഉൾക്കൊള്ളാതിരിക്കുമ്പോൾ അതിനെ ശക്തിയായി എതിർക്കലും ഒരു പണ്ഡിതന്റെ ബാധ്യതയാണ് എന്ന കാര്യം പരിശുദ്ധമായ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കുന്നത്തേരി ആലുവ തെരീക്കത്തുകാർ അവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചപ്പോൾ അവർ പിഴച്ചവരാണെന്ന് പറയാൻ എനിക്ക് സാധിക്കും. ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല ആലുവ കുന്നത്തേരി തെരീക്കത്തുകാർ പലരോടും പറഞ്ഞു നടക്കുന്നത് കൂരിക്കുഴിത്തങ്ങളും ഞങ്ങളുമായിട്ട് കുടുംബ പ്രശ്നമാണ്. സമസ്തയിലെ ആലിമീങ്ങളെപ്പോലും ഈ വിഷയം പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അള്ളാഹു ആണ് സാക്ഷി, അതോടൊപ്പം നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും സാക്ഷിയാണ്. ഞങ്ങൾ കുടുംബപരമായി ഒരു വഴക്കോ വക്കാണമോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ പൂർവികന്മാരിലും ഉള്ളതായിട്ടൊരു അറിവുമില്ല. അവരവരുടെ വാദങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ അവരുടെ വാദങ്ങൾ തെറ്റാണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി അവരെ കുറ്റം പറയുമോ എന്ന് ഭയന്നതിൻ്റെ പേരിൽ അവർ ആലോചിച്ച് തീരുമാനിച്ചുകൊണ്ട് കണ്ടെത്തിയ ഒരു കളവാണ്. ഏതായാലും ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ തെരീക്കത്തുകളിലുള്ളതായ കുറേ തെറ്റുകളും കുറവുകളും ഇവർ എതിർക്കാനുണ്ടായ കുറേ കാരണങ്ങളുമാണ്. പക്ഷേ മാസങ്ങൾക്ക് മുമ്പ് ഇവരെ
ഞാൻ വെല്ലുവിളിച്ച വിഷയങ്ങളൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. അത് വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. ആ ഗൗരവമുള്ള വിഷയങ്ങൾക്ക് അവർ പൊതു സ്റ്റേജിൽ വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് വരെ എൻ്റെ വെല്ലുവിളി സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. അപ്പോൾ നാട്ടുകാരുടെ പക്കൽ അവർ പറഞ്ഞു വരുന്നത് നല്ലാപ്പയെ സംബന്ധിച്ചിടത്തോളം ഇവർ പിഴച്ചതാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പിഴവുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല. ആ വാദം യഥാർത്ഥത്തിൽ ശരിയല്ല. എൻ്റെ ആദ്യത്തെ കാസറ്റ് നല്ലവണ്ണം ഒന്ന് പരിശോധിച്ചാൽ ഇവരിലുള്ളതായ കുറേ തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു ഷെയ്ഖ് അയാളുടെ സ്വന്തം മകനടക്കം 2 പേരെ കൊന്നിട്ടുണ്ട്. ആ വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കൊലപാതകം ഒന്നുകിൽ അങ്ങനെ നടന്നിട്ടില്ല എന്നോ നടന്നിട്ടുണ്ടെങ്കിൽ ശരീഅത്തിന്റെ നിയമമനുസരിച്ച് ഈ രൂപത്തിൽ അത് ശരിയാണെന്നോ പറയാത്ത കാലത്തോളം ആ കൊലക്കുറ്റം അയാളെ തലയിലാണ്. ആ കൊലക്കുറ്റം പേറിയിരിക്കുന്ന ആ വ്യക്തി 7 വൻദോഷങ്ങളിൽപ്പെട്ട ഒരു ദോഷം അയാൾ ഏറ്റെടുത്തതുകൊണ്ട് അയാൾ ഒരു ഷെയ്ഖാകാൻ ഒരു വകുപ്പുമില്ല. അയാൾ ഷെയ്ഖായില്ലെങ്കിൽ ഇവരുടെ സിൽസിലയുടെ കണ്ണി അവിടെ വച്ച് മുറിഞ്ഞു പോവുകയാണ്. രണ്ടാമത്, ഇവരുടെ കോട്ടാറ് ഷെയ്ഖ് അയാളുടെ ഹൈദരാബാദ് ഷെയ്ഖിനെ ബയ്യത്ത് ചെയ്ത ഉടനെ കുളത്തിലേക്ക് മറഞ്ഞുകെട്ടി വീണു എന്നും കുളത്തിൻ്റെ ആഴിയിലേക്ക് പോയി എന്നും പിന്നെ പൊന്തി വന്നപ്പോൾ താൻ പറഞ്ഞത് ഞാൻ അതുവരെ ഷെയ്ഖിൽ ഫനാവായി നിൽക്കുകയായിരുന്നു എന്നാണ്. ഫനാവാവുക എന്ന് പറഞ്ഞാൽ കുളത്തിൽ മുങ്ങിരിക്കലാണോ മുങ്ങിത്താഴ്ന്നു പോകലാണോ അങ്ങനെ വല്ല കിതാബിലുമുണ്ടോ? അത് തെളിയിക്കാത്ത കാലത്തോളം ആ വാക്കും തെറ്റായ വാചകമാണ്. ബഹുമാനപ്പെട്ട ബുർഹാനുദ്ദീൻ തങ്ങളുടെ പുസ്തകം കാണിച്ച് ഞാൻ ചില വിഷയങ്ങൾ പറയുകയും അത് ഇവർക്ക് ബാധകമാണെന്ന് പറയുകയും ബുർഹാനുദ്ദീൻ തങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞ തെറ്റായ തരീഖത്ത് അല്ലെങ്കിൽ പിഴച്ച തരീഖത്ത് ആ വിഷയങ്ങളെല്ലാം ഇവരെ സംബന്ധിച്ചാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ ഇവരുടെ പിഴവുകൾ നല്ലാപ്പ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നടക്കുന്നത് ഒന്നുകിൽ അറിഞ്ഞുകൊണ്ട് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ പറയുന്നതായിരിക്കാം. ഏതായാലും ഇൻഷാ അല്ലാ ഈ സീഡിയോടുകൂടെ ഇവരുടെ തെറ്റുകളും കുറ്റങ്ങളും നല്ലാപ്പ പറഞ്ഞിട്ടില്ല എന്ന് ഒരാളും പറയുകയില്ല എന്ന് മാത്രമല്ല, ഇവർ ഇത്ര കണ്ട് അധപ്പതിച്ചവരാണോ എന്ന് ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കും, മറ്റുള്ളവരെ കാണുമ്പോൾ ചോദിക്കും എന്നതിൽ ഒരു തർക്കവും ഉണ്ടാവില്ല. ഇവർ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന ഇവരുടെ ഗ്രന്ഥമാണല്ലോ അസ്റാർ എന്ന് പറയുന്ന അഷ്റാർ. അസ്റാർ എന്ന് പറഞ്ഞാൽ സിറുകൾ എന്നാണ്, പക്ഷേ അത് ഷെറുകളാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ നാവിൽ നിന്ന് ആ വാചകം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശംസുൽ ഉലമയുടെ ആ വാചകത്തെ ഞാൻ കടമെടുത്തുകൊണ്ട് പറയുന്നു, അത് 1-ാം നമ്പർ അഷ്റാറാണ്, ഷെറുകളാണ്. അതിൻ്റെ 21, 22-ാമത്തെ പേജ് നിങ്ങൾ നോക്കൂ. അതിൽ പറയുന്നത് ദാത്തിയായ ഹളറത്തിൽ വുജൂദിൻ്റെ വഹദത്തിൽ ഫനാവാകൽ എന്ന ഇറാദിയായ മൗത്ത് കൊണ്ട് ജയമേറ്റവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമ ഷഹാദത്തിൻ്റെ നിറപടിയായ മഖാമിനെ എത്തിച്ചവരായിരിക്കും. ഇത് അഷ്റാറിൻ്റെ 22-ാമത്തെ പേജാണ്. ഇങ്ങനെ മൗത്തായവരാണ് ഉമ്മു വറക്ക എന്ന ബീവി എന്ന് AI മുത്തുകോയ എന്ന് പറയുന്ന ഇവരുടെ ഷെയ്ഖ് അതിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അത് പച്ചക്കളവാണ് അയാൾ പറഞ്ഞത്. അഷ്റാറിൽ അയാൾ പറയുന്നത് ശ്രദ്ധിക്കൂ. ഹക്കിനോടുള്ള മഹബത്തിൻ്റെ കൊടുമയാൽ ദാത്തിയായ ഹളറത്തിൽ ചെന്ന് ഫനാ എന്ന വാളാൽ തൻ്റെ വുജൂദ് എന്ന ചങ്കിനെ മുറിക്കപ്പെട്ട ഷഹീദന്മാരുടെ 1-ാമത്തെ ദറജയെ എത്തിക്കുന്നതുമായിരിക്കും. ഇങ്ങനെയാണ് ഉമ്മു വറക്ക എന്ന ബീവിയോട്
ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീ പിറകെ ഷഹീദാകും എന്ന് പറഞ്ഞത്. അസ്റാർ 21 22 പേജിൽ ഈ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. പച്ചക്കളവാണ് അയാൾ എഴുതി പിടിപ്പിച്ചത്. ഈ കള്ളത്തരം എഴുതി വച്ചിട്ട് അതൊരു വലിയൊരു ഗ്രന്ഥമാണെന്ന് ജനങ്ങളെ മുമ്പിൽ കൊട്ടിഘോഷിക്കുകയും രണ്ട് സമസ്തയും അത് പരിശോധിച്ച് ഒരു തെറ്റുമില്ലാത്തതാണ്, തൗഹീദിൻ്റെ കടുകട്ടിയാണെന്ന് അവർ വിധിച്ചതാണെന്ന് ഈ പല പ്രാവശ്യവും ഇവർ വീമ്പ് പറഞ്ഞെങ്കിലും അതെല്ലാം റബ്ബിൻ്റെ തൗഫീഖോടുകൂടെ ഇപ്പോൾ പൊളിഞ്ഞിട്ടുണ്ട്. സമസ്തയിൽ അങ്ങനെ ചർച്ചയ്ക്ക് കൊടുത്തിട്ടുമില്ല, സമസ്തക്കാരതിനെ കാണാൻ നിന്നിട്ടുമില്ല. ഇപ്പോൾ സമസ്തയുടെ കയ്യിൽ അത് എത്തിയിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ്. എങ്കിൽ ഈ ചരിത്രം എന്താണ്, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അത് ശരിക്കും മനസ്സിലാക്കുക. ഉമ്മു വറക്ക എന്ന ബീവിയെ അവരുടെ 2 അടിമകൾ കൂടി കൊന്നതാണ്. ഈ കൊലപാതകം പിന്നീട് നടക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു ഉമ്മു വറക്ക ഷഹീദാകുമെന്ന്. ഉമ്മു വറക്കയെ അഷഹീദ എന്ന് നബി തങ്ങൾ അഭിസംബോധന ചെയ്യാറുമുണ്ടായിരുന്നു. ആ സംഭവത്തെ ഞാനൊന്ന് പറയാം, കേട്ടോളി. വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂറുഹ, ഉമ്മു വറക്കയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർശിക്കുമായിരുന്നു. യുസമ്മിഹ അഷഹീദ, ആ ഉമ്മു വറക്കയെ അഷഹീദ എന്ന് നബി തങ്ങൾ വിളിക്കുമായിരുന്നു. വക്കാനത്ത് ഖദ് ജമഅത്തിൽ ഖുർആൻ, ആ മഹദി അവറുകൾ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടവരിൽപ്പെട്ട ഒരു മഹദിയും കൂടെയാണ്. വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹീന ഗസാ ബദ്റൻ, ബദർ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഖാലത്ത് ലഹു, ഉമ്മു വറക്ക നബി തങ്ങളോട് പറഞ്ഞു, ഇദല്ലി, തങ്ങളെ എനിക്ക് അനുവാദം തരണം. ഫഅഖ്റുജു മഅക, തങ്ങളെ കൂടെ ഞാനും യുദ്ധത്തിൽ വരട്ടെയോ? ഫഉദാവി ജർഹാക്കും ഓ മർലാക്കും, ഞാൻ അവിടെ വന്നാൽ ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ, ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് പോലെ, മുജാഹിദ് പറയുന്നത് പോലെ ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ രംഗപ്രവേശനം ചെയ്യാനോ അല്ല. അവിടെ ആർക്കെങ്കിലും രോഗമാകുമ്പോൾ അവരെ ശുശ്രൂഷിക്കാനും, അവിടെ ആർക്കെങ്കിലും വല്ല മുറിവേൽക്കുമ്പോൾ അതിന് വേണ്ടുന്ന മരുന്ന് വെച്ചു കൊടുക്കാനും അങ്ങനെ ഒരു സഹായം എനിക്ക് ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ അല്ലല്ലാഹു അസ്സ വജല്ല യുഹ്ദില ഷഹാദത്തി, വല്ല അമ്പോ വാളോ എങ്ങനെയെങ്കിലും വന്ന് എൻ്റെ ശരീരത്തിൽ എത്തുകയോ അങ്ങനെ ഞാൻ അവിടെ ഷഹീദാവുകയോ ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് തങ്ങളെ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹു അസ്സ വജല്ല മുഹ്ദിൻ ലക്കി ഷഹാദ, വേണ്ട, നീ എന്തായാലും യുദ്ധത്തിന് വരണ്ട, നീ ഷഹീദാകണമെന്നുള്ള താല്പര്യമല്ല നിനക്കുള്ളത്, നീ പിന്നീട് അങ്ങ് ഷഹീദാകും. വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറഹ അൻത ഉമ്മ അഹ്ല ദാരിഹ, നീ വീട്ടിൽ നിസ്കരിക്കുക, അവിടെ സ്ത്രീകളുണ്ടാകും, ആ സ്ത്രീകൾക്ക് നീ ഇമാമത്ത് നിന്ന് കൊടുക്കുക. ഇത് മുജാഹിദിനും കൂടെ ഒരു മറുപടിയാണ്. നീ പള്ളിയിലൊന്നും പോകണ്ട, നീ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ മതി, അവിടെ നീ ഇമാമത്ത് നിന്ന് കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും അങ്ങനെ ആ പെണ്ണങ്ങ് ജീവിതം തുടരുകയും ചെയ്തു. ഹത്താ ഗദാ അലൈഹ ജാരിയത്തുൻ വ ഗുലാമുൻ ലഹാ കാനത് ഖദ് ദബ്ബർതുഹുമാ, അവരുടെ ഗുലാമുൻ, അവരുടെ ജാരിയത്തും അവരോട് പറഞ്ഞിരുന്നു ഉമ്മു വറക്ക, ഞാൻ എപ്പോഴാണോ മരിക്കുന്നത് അന്ന് നിങ്ങൾ അടിമയാവുകയില്ല, നിങ്ങൾ മോചിക്കപ്പെട്ടവരായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങ് ധൃതി കൂടി. ഇവർ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഭരണകാലത്ത് ഫഖതലഹാ ഫി ഇമാറത്തി ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ കാലത്ത് ഈ ഉമ്മു വറക്ക എന്ന ബീവിയെ അവർ രണ്ടുപേരും കൂടെ കൊന്നു. ഫഖീല ഇന്ന ഉമ്മ വറക്ക ഖദ് ഖതലഹ ഗുലാമുഹ വ ജാരിയതുഹ, ഈ കൊലപാതകം നടന്ന ഉടനെ ആരോ ഒരാൾ വന്ന് ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളോട് പറഞ്ഞു, ഉമ്മു വറക്കയെ അവർ രണ്ടുപേരും കൂടെ കൊന്നിട്ടുണ്ട്. ഫഖാല ഉമറു, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഇൻദലികു ബിനാ നസൂറു ഷഹീദാ, നബി തങ്ങളെ വാക്ക് എത്ര സത്യമാണ്. നബി തങ്ങൾ മുമ്പേ പറയാറുണ്ട്, ആ ഷഹീദയെ സന്ദർശിക്കാൻ നമുക്ക് പോകാം എന്ന് പല പ്രാവശ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ അങ്ങ് പറയുകയുണ്ടായി. നിങ്ങൾ നോക്കുക, ഉമ്മു വറക്ക എന്ന് പറയുന്ന ബീവി, ആ ബീവിയെ അവരുടെ 2 അടിമകൾ കൂടി കൊന്നതാണ്.
ഈ കൊലപാതകത്തെയാണ് യഥാർത്ഥത്തിൽ ഐഷയ്യരമുത്ത് എന്ന് പറയുന്ന വ്യക്തി അയാളുടെ അസ്റാർ എന്ന് പറയപ്പെടുന്ന അഷ്റാറിൽ അത് ഫനാവിലുള്ളതായ മരണമാണ്, അത് അള്ളാഹുവിലേക്ക് ഫനാവായി പോയതാണ്, അങ്ങനെ ആ ചെങ്ക് മുറിക്കപ്പെട്ടു പോയതാണ് എന്ന് തുടങ്ങുന്ന സൂഫികളെ ഭാഷ എടുത്തുകൊണ്ട് ഈ കള്ളത്തരം അതിൽ കടത്തിക്കൂട്ടിയതാണ്. ഇത് കള്ളത്തരമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതിന് തെളിവ് കൊണ്ടുവരണം. അത് പരിപൂർണമായും കളവാണ് അതിൽ എഴുതി വച്ചത്, ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഇതുകൊണ്ടും തീർന്നിട്ടില്ല. ആ ഒരു കളവ് ബാപ്പ മാത്രമല്ല പറഞ്ഞത്, ആ ബാപ്പയുടെ പുന്നാര മകനാകുന്ന ഇപ്പോൾ ഷെയ്ഖായിരിക്കുന്ന പൊറാടത്തെ കോയ മുസ്ലിയാർ അയാൾ മറ്റൊരു കളവ് പറയുന്നത് കേട്ടോളീം. മഹാനായ ജിബിരിൽ എന്ന് പറയുന്ന മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി മാത്രമല്ല, പരിശുദ്ധമായ ഇസ്ലാമും ഈമാനും ഇഹ്സാനും എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ചോദ്യോത്തര രൂപത്തിലായിരുന്നു ആ പഠനം നടന്നത്. ആ കൂട്ടത്തിൽ ഇസ്ലാമും ഈമാനും ചോദിക്കുന്ന കൂട്ടത്തിൽ ഓമൽ ഇഹ്സാനു, ജിബ്രീൽ ചോദിച്ചു, എന്താണ് നബിയെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? നബി തങ്ങൾ പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഏതാണ്ട് മുസ്ലിമീങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു ഹദീസാണ്. ഹദീസ് വായിക്കാൻ കിട്ടിയില്ലെങ്കിലും അതിൻ്റെ ആശയങ്ങൾ മുസ്ലിമീങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? അൻ തഅബുദല്ലാഹ, നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്. കഅന്നക തറാഹു, നീ അവനെ കാണുന്നത് പോലെ. ഫഇൻ ലം തകുൻ തറാഹു, നീ അവനെ കാണുന്നവനായിട്ടില്ലെങ്കിൽ ഫഇന്നഹു യറാക്, അവൻ നിന്നെ കാണുന്നവനാണ്. ഈ രൂപത്തിലാണ് ആരാധന നടത്തേണ്ടത്. എങ്കിൽ കെ.പി. കോയ മൗലവി അയാളുടെ പിതാവുണ്ടാക്കിയ വാജിബാത്തുമാല, ആ വാജിബാത്തുമാലയുടെ വിശദീകരണം, ആ വിശദീകരണത്തിൻ്റെ 22-ാമത്തെ പേജിൽ അയാൾ പറയുന്നു കേട്ടോളിൻ, നീ ഇല്ലാതെ ആയാൽ നീ അവനെ കാണുന്നതാണ്. ഇതാണ് ഇഹ്സാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു. ജിബ്രീൽ അംഗീകരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ പച്ചക്കളവാണ് ഇയാൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വിശദീകരിച്ചിട്ടുമില്ല. ജിബ്രീൽ ആ വിശദീകരണത്തെ അങ്ങനെ അംഗീകരിച്ച സംഭവവും പറയുന്നില്ല. എന്തേ പിന്നെ ഇയാൾ ഇത് പറയാൻ കാരണം? സൂഫി എവിടെ എഴുതി വച്ചത് അതിനെ ഇയാൾ പിൻപറ്റിയതിൽ കവിഞ്ഞ് വേറൊന്നും ഇയാൾക്കില്ല. അതിൻ്റെ യഥാർത്ഥത്തിൽ ഇവിടെ എന്താ തിരിമറി നോക്കൂ. ഫഇല്ലം തക്കുൻ തറാഹു എന്ന് പറഞ്ഞാൽ ഫഇല്ലം തക്കുൻ, ഇവർ അവിടെ തിരിമറിവ് നടത്തിയത് ഫഇല്ലം തക്കുൻ ഷൈഅൻ, നീ ഒരു വസ്തുവുമായിട്ടില്ലെങ്കിൽ, അതാണ്. നീ ഇല്ലാതെയായാൽ, നീ ഒരു വസ്തുവുമായില്ല. നേരത്തെയായി മുത്തുകോയ പറഞ്ഞതുപോലെ അള്ളാഹുവിലേക്ക് ഇങ്ങനെ ഫനാവായി ഇങ്ങനെ പോയാൽ, നീ അങ്ങ് ആ രൂപത്തിൽ ഒന്നുമില്ലാതെയായി പോയാൽ തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നതാണ് എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കോയ മുസ്ലിയാരോട് പറയുന്നു, ഫഇല്ലം തക്കുൻ തറാഹു എന്നതിനെ ഞങ്ങൾ വെക്കുന്ന അതിൻ്റെ മഅനയും അതിൻ്റെ തെർക്കീബും എങ്ങനെയാണ്? കാനയുടെ ഖബറായിട്ടാണ് തറാഹു എന്ന മുളാരിയായ ഫിഅലും ഫായിലും കൂടിയ ജുംലയാണ് അതിൻ്റെ ഖബർ. നിങ്ങളെ ഗ്രാമർ പഠിപ്പിക്കേണ്ട ഒരവസ്ഥ എനിക്ക് വന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. പക്ഷേ പഠിപ്പിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നേരെ മറിച്ചുകൊണ്ട് നിങ്ങളവിടെ പറയുന്നത് ഇല്ലം തക്കുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലം തക്കുൻ ഫഇല്ലം തസിർ ഷൈഅൻ, അവിടെ ഷൈഅൻ എന്ന് പറയുന്നതിനെ ഖബറാക്കുകയും അത് കളയപ്പെട്ടതാണെന്ന് പറയുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നീ ഇല്ലാതെയായാൽ നീ അവനെ കാണുന്നതാണ് എന്ന ഒരു വിഡ്ഢിത്തം നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയത്. അങ്ങനെ വന്നാൽ കോയ മുസ്ലിയാർ ശരിക്കും ശ്രദ്ധിക്കൂ. ഫഇല്ലം തക്കുൻ തറാഹു എന്ന് വരുമ്പോൾ അതിനെ നിങ്ങൾ ഷൈഅൻ എന്ന് ഒരു കാര്യത്തെ അവിടെ സങ്കല്പിച്ചാൽ ഇൻ എന്നുള്ള ഷർത്തിൻ്റെ ജവാബാണ് തറാഹു ആവുക. അപ്പം ഇൻ എന്ന് പറയുന്ന ഷർത്തിൻ്റെ ജവാബ് തറാഹു എന്നാകുമ്പോൾ അവിടെ ഒരിക്കലും തറാഹു എന്ന് പറയാൻ പാടില്ല, തറഹു എന്നേ പറയാവൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ ഫഇല്ലം തക്കുൻ തറഹു ആ രൂപത്തിൽ റിവായത്ത് ലോകത്ത് ഒരു കിതാബിലും പറയപ്പെട്ടിട്ടില്ല എന്ന കാര്യം വളരെ മനസ്സിലാക്കണമെന്ന രൂപത്തിൽ നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ കോയ മുസ്ലിയാർക്ക് അയാൾ ബാക്കവിയായ സ്ഥിതിക്ക് അയാൾ ഒന്നും അറിയാത്തൊരു വ്യക്തിയാണ്.
എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വിഷമം തോന്നും. ഞാൻ ചെറിയ രൂപത്തിൽ പറയട്ടെ, അയാൾ എന്തായാലും ആ വിഷയം പഠിച്ചിട്ടില്ല. പഠിക്കാതെ ഏതോ സ്ഥലത്തുനിന്ന് കണ്ടതോ കേട്ടതോ വാരിക്കൂട്ടി എഴുതി വച്ച് ഒരു ഷെയ്ഖായി മാറിയതാണ്. ഞാനതുകൊണ്ട് അയാളെ അൽഫിയ പഠിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. കാരണം അത് പറഞ്ഞു കൊടുക്കണമല്ലോ. അതുകൊണ്ട് കോയ മുസ്ലിം എടുക്കൂ, അൽ ബാബു സാബിയു മിൻ അബുവാബിൻ നിയാബത്തി അൽ ഫിഅലുൽ മുഅത്തലുൽ ആഖിരി എന്ന് പറയുന്ന ബാബിലേക്കൊന്ന് വരൂ. അതിൽ കാണാം വ അയ്യു ഫിഅലിൻ ആഖിറും മിൻഹു അലിഫ് അവ്വാബുൻ ഔ യാഉം വ മുഅത്തല്ലൻ നുരിഫ് വല്ലാലിഫ് അൻവി ഫീഹി ഗൈറൽ ജാസിമി വ അബ്ദി നസ്ബ മാ കയദു യർമി والرفع فيه منوي وحذف جازما ثلاثهن تقلي حكما لازما. ഈ 3 വരി ബൈത്ത് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരുന്നുവെങ്കിൽ ആ പൊട്ടത്തരം നിങ്ങൾ എഴുതി വെക്കുമായിരുന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ താഴോട്ട് വരും. തഖ്വീമുൽ ലിസാൻ നിങ്ങളുടെ കോളേജിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം തസവൂഫ് പഠിപ്പിക്കുന്ന കോളേജാണ്. അവിടെ ഗ്രാമർ പഠിപ്പിച്ചിട്ടാണ് തസവൂഫിലേക്ക് കയറുന്നത്. അങ്ങനെയാണോ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും തഖ്വീമുൽ ലിസാനിലേക്ക് വരിക. കോയ മുസ്ലിമിനെ മറിച്ചിരിക്കൂ, ഞാനൊന്ന് വായിക്കാം. ഫകുല്ലു ഫിഇലിൻ ആഖിറുഹു അലിഫുൻ നഹു യഖ്ഷ വയർല പോലെ, അഥവാ അവസാനം അലിഫ് വരുന്നതായിരിക്കുന്ന ഫിഇൽ, ആ ഫിഇലിനെ റഫിൻ്റെ അവസരത്തിൽ ഫറഫ്ഉഹു വനസ്ബുഹു, റഫ്ഓ നസ്ബോ ചെയ്യേണ്ട അവസരം വരുമ്പോൾ ബിസുകൂനി ആഖിരി തഖൂലു ഫിർ റഫ്ഇ ഹുവ യഖ്ഷ വയർല, അങ്ങനെയാ പറയൽ. വഫിൻ നസ്ബി, ഇനി നസ്ബിൻ്റെ അവസരത്തിലോ ലൻ യഖ്ഷ വലൻ യർല, അങ്ങനെയാ പറയൽ. ഖാലല്ലാഹു തആല, അതിന് ഒരു ആയത്ത് ഒരു തെളിവായി കിടക്കട്ടെ. ഫിർ റഫ്ഇ വലാ യർല ലിബാദിഹി അൽ കുഫ്ര വഫിൻ നസ്ബി ഖാലല്ലാഹു തആല വലൻ തർല അങ്കൽ യഹൂദു വലൻ നസാറ. ഇനി നമ്മളെ വിഷയത്തിലേക്ക് കടക്കാം. വ ജസ്മുഹു, നേരത്തെ പറഞ്ഞത് റഫിൻ്റെയും നസ്ബിൻ്റെയും കോലമാണ്. ഇനി ജസ്മിൻ്റെ അവസ്ഥ വന്നാലോ ബിസുകൂത്തി ആഖിരിഹി, അവസാനം കളയൽ കൊണ്ടാണ്. നഹു ലം യഖ്ഷ, യഖ്ഷ എന്നല്ല യഖ്ഷ, വലം യർല ഫഅലാമത്തുൽ ജസ്മി ഫീഹി ബിസുകൂത്തി ആഖിരിഹി, അവസാനത്തെ കളയൽ കൊണ്ടാണ്. ഈ വിഷയം തഖ്വീമുൽ ലിസാനിലുണ്ട്, അൽഫിയിലുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഗ്രാമറുകളൊക്കെ പരിശോധിച്ചാൽ കാണാവുന്നതാണ്. അപ്പം ഇതനുസരിച്ച് കൊണ്ട് യഥാർത്ഥത്തിൽ കോയ മുസ്ലിയാരെ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വച്ചത് പച്ചക്കളവാണ്, തിരിമറിവാണ്. പക്ഷേ നിങ്ങളിത് ബോധപൂർവമാണ് എഴുതിയതെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ സംബന്ധിച്ച് മനഃപൂർവ്വമാണ് നിങ്ങളങ്ങ് എഴുതി വച്ചതെങ്കിൽ നിങ്ങളെ മടക്കം എങ്ങോട്ടേക്കാണ്? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. എൻ്റെ മേൽ ആരെങ്കിലും മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ്റെ ഇരിപ്പിടം നരകമാകുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ്. ഇത് സംബന്ധമായി നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, എന്നിട്ട് വേണം എനിക്ക് ബാക്കി പറയാൻ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇവരുടെ ശൈഖന്മാരെ ഇവരിങ്ങനെ വാനോളം പുകഴ്ത്തുകയാണ്. ഇവർ എത്ര കണ്ടാണോ ശൈഖന്മാരെ പറയാൻ പറ്റുക, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ നമ്മുടെ നാട്ടിലെ മഹലറ എന്ന് പറയുന്ന ഇവരുടെ ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തോടനുബന്ധിച്ച് ഹോജയുടെ നേതൃത്വത്തിൽ റിക്കൂട്ട് മൗലവി ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിൽ അയാൾ പറയുന്നത്, എന്തെങ്കിലും ഒരു മസ്അല കണ്ടുപിടിക്കണമെങ്കിൽ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ 2-3 പേജുകൾ മറിച്ച് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അതിനെ നോക്കിപ്പിടിക്കണം. നേരെ മറിച്ച് നമ്മുടെ ബാനി ഷെയ്ഖുന, ആ മഹാനവറുകളുടെ വാജിബാത്ത് മാലയും അതുപോലെ തന്നെ മറ്റുള്ള മാലകളും ഒന്ന് എടുത്തു നോക്കിയാൽ 2 വരി മതി ഒരു മസ്അല മനസ്സിലാക്കാൻ. റിക്കൂട്ട് മൗലവി നിങ്ങളുടെ ഷെയ്ഖിൻ്റെ 2 വരിയല്ല, അയാൾ 2000 പേര് എഴുതിയാൽ പോലും ഒരു മസ്അലയും നേരെ ചൊവ്വേ തിരിയുകയുമില്ല, അയാൾക്കൊട്ട് പറയാൻ സാധിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, ഞാനത് പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി തങ്ങൾ പറഞ്ഞ ഒരു ഇബാറത്ത് പറയുകയാണ്. ഖാലൽ ഇമാം ഷഅറാനി റഹിമഹുമുല്ലാ സമീഅത്തു ഷെയ്ഖ മുഹമ്മദ് അൽ മുനീർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നതായി കേട്ടു. മൻ റഅയ്തുമൂഹു യദ്ദഇ തരീഖൽ ഖൗമി, ഞാനൊരു ഷെയ്ഖാണ്, ഞാനൊരു തരീഖത്തുകാരനാണ്,
എന്നാരെങ്കിലും വാദിക്കുന്നത് കണ്ടാ ഫസ്അലൂഹു, നിങ്ങൾ അയാളോട് ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ മിൻ ബാബി തഹാറത്തി ഇല ആഖിരി അബുവാബിൽ ഫിഖ്ഹി, തഹാറത്തിന്റെ ബാബ് തൊട്ട് അതിൻ്റെ അവസാനം വരെ അയാളെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണം. അതിൽ അയാൾ പരാജയപ്പെടുകയാണെങ്കിൽ ഒരു കാരണവശാലും അയാളെ ഷെയ്ഖായി അംഗീകരിക്കുകയോ മുരീദായി നിങ്ങൾ പോവുകയോ ചെയ്യരുത്. കാരണം ഫഇന്നഹു ശൈത്വാനും ഫി സൂറത്തി ഇൻസാൻ, അത് മനുഷ്യരൂപത്തിൽ വന്ന ഷെയ്ത്താനാകുന്നു എന്ന് അൽ ഫുൽക്കുൽ മഷ്ഹൂൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനവൾ പറയുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും ഇയാളെ നമുക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ. അതിൽ ഇവരെന്താ പറയുന്നത്? അവരെ ഷെയ്ഖിൻ്റെ 2 വരി മതി, പിന്നെ ഒരു ഗ്രന്ഥങ്ങളും നോക്കേണ്ട ആവശ്യമില്ല, പിന്നെ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല, അത്രക്കും വളരെ ഉഷാറാണ്. അത് ഇവരെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചു, ഇവർ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇവരുടെ വാജിബാത്തുമാരുടെ 14-ാമത്തെ പേജ് നോക്കൂ. ഉന്നാം മസ്സു ഫർജിൽ ആദമി, ഈ പോലെയാമേ ഉള്ളിൽ സുബോധം ഇല്ലാതാകലും പിന്നെ തൂങ്ങൽ വയ്യേ മറ്റുള്ള നൗമും ഇംബിതം തന്നെ. ഉന്ന മസ്സു ഫർജിൽ ആദമി, മനുഷ്യന്റെ ഫർജിനെ തുടൽ കൊണ്ട് ഉണുമുറിയും എന്നാണ് അയാൾ എഴുതി വെക്കുന്നത്. അത് മുൻകൈയിൻ്റെ പള്ള കൊണ്ട് തൊട്ടാൽ മാത്രമേ ഉളു മുറിയുകയുള്ളൂ എന്ന കാര്യം ശരിക്കും മനസ്സിലാക്കണം ഫുഖഹാക്കൾ. അതുകൊണ്ടാണ് ഫിഖീ ഗ്രന്ഥങ്ങൾ നോക്കണം. മസ്സു ഫർജിൽ ആദമി ബി ബത്തിനി കഫിൻ, മുൻകൈയിൻ്റെ പള്ള കൊണ്ടാണ് യഥാർത്ഥത്തിൽ തൊട്ടാൽ അവിടെ ഉളു മുറിയുക. ഇനി ബത്തുൽ കഫ് അറിയാതിരിക്കണ്ട. വ ബത്തുൽ കഫി ഹുവ ബത്തുനുർ റാഹത്തൈനി വ ബത്തുൽ അസാബി വൽ മുൻഹരിഫ് ഇലൈഹിമ ഇന്ദ ഇന്ദിബാഖിഹിമ മാ യസീരി തഹാമുലി. ഇങ്ങനെ ഒന്ന് കൊട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് യഥാർത്ഥത്തിൽ മുൻകൈയിൻ്റെ പള്ള എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടും തിരിഞ്ഞിട്ടില്ലെങ്കിൽ മഹാന്മാർ പറയുന്നു ദൂന റൂസിൽ അസാബി, ഈ വിരലിൻ്റെ തുമ്പ് അതുകൊണ്ട് തൊട്ടാൽ ഉളു മുറിയില്ല. ഒമാ ബൈനഹുമ, വിരലിൻ്റെ ഇട കൊണ്ട് തൊട്ടാലും ഉളു മുറിയില്ല. വ ഹർഫിൽ കഫി, മുൻകൈയിൻ്റെ ഈ അരുവുകളെ കൊണ്ട് തൊട്ടാലും ഉളു മുറിയുകയില്ല. തോളം കൈ കൊണ്ട് തൊട്ടാൽ ഉളു മുറിയില്ല. ഇവരെ ഷെയ്ഖ് പറയുന്നതനുസരിച്ച് കൊണ്ട് നടന്നാലും ഉളു മുറിഞ്ഞു പോകും. കാരണം നടന്നാലും തൊടമേൽ കൂട്ടിയിടിക്കുകയാണല്ലോ. അപ്പോൾ തൊടുക, സ്പർശിക്കുക എന്നത് വന്നാൽ ഉളു മുറിഞ്ഞു പോകും. ഇല്ല, അതുകൊണ്ടൊന്നും ഉളു മുറിയില്ല. അതുകൊണ്ട് തന്നെ മസ്അല അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അറിയണമെങ്കിൽ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിലേക്ക് വരണം. 2, 3, 4, 5 പേജുകൾ ചിലപ്പോൾ ചർച്ച ചെയ്യേണ്ടി വരും. എങ്കിലേ മസ്അല തിരിയുകയുള്ളൂ. നിങ്ങളെ ഷെയ്ഖിൻ്റെ 2 വരി കൊണ്ടോ 2000 വരി കൊണ്ടോ തിരിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഹദീസിനെ ഫുഖഹാക്കൾ എടുത്തു വെക്കുന്നു. മൻ മസ്സ ഫർജഹു വഫീ റിവായത്തിൻ മൻ മസ്സ ദക്കറൻ വൽയതവല്ല വഫീ റിവായത്തിൻ മൻ മസ്സ ദക്കറഹു വൽയതവല്ല. ഇങ്ങനെയുള്ള ഈ ഹദീസുകളെ വെച്ചുകൊണ്ട് ഖദ് ദഹബ ഇലാ ഈജാബിൽ വുളൂഇ മിൻ മസ്സി ദക്കരി ജമാഅത്തും മിനസ് സലഫി മിൻഹും ഉമർ വസഅദ് ഇബ്നു അബി വഖാസ് വഇബ്നു ഉമർ വഇബ്നു അബ്ബാസ് വഅബൂ ഹുറൈറ റളിയല്ലാഹു തആല അലൈഹിം അജ്മഈൻ. ഈ മഹാന്മാർ ഈ ഹദീസ് വെച്ചുകൊണ്ടാണ് ഇതാ ഫർജ് തൊട്ടാൽ ഉളു മുറിയുമെന്ന് പറയുന്ന വിഷയം. എങ്കിൽ വഹുവ മദ്ഹബുൽ ഔസാഇ വശാഫിഈ വഅഹ്മദ വഇസ്ഹാഖ ഇല്ലാ അന്ന ശാഫിയ ലാ യറാ നഖ്ല തഹാറത്തി ഇല്ലാ യമസ്സുഹു ബിബാതിനി കഫിഹി. കണ്ടോ, ഇമാം ഷാഫി തങ്ങൾ പറയുന്നത് ഈ ഹദീസ് അങ്ങനെയൊക്കെയാണെങ്കിലും അത് മുൻകൈയിൻ്റെ പള്ള കൊണ്ട് തൊട്ടാലേ ഉളു മുറിയുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഷെയ്ഖ് അത് വിവരമില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾ പറയും അതവിടെ മുറാദ് ഇങ്ങനെയാണ്, എൻ്റെ വന്യരായ പിതാവ് ഉദ്ദേശിച്ചത് അങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ പറയും. അങ്ങനെയാണെങ്കിൽ മസ്സു ഫർജ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഗുഹ്യം തൊടുക, ഫർജ് തൊടുക എന്ന് പറഞ്ഞാൽ മതി, ആദമിനെന്ന് പറയണ്ട. അപ്പോൾ പിന്നെ അവിടെ എൻ്റെ വന്യരായ പിതാവ് ഉദ്ദേശിച്ചത് ആദം മനുഷ്യന്മാരുടേതാണ് അങ്ങനെയും എഴുതി കൊടുക്കാമല്ലോ. പിന്നെ രണ്ടാമത് ആ വരിയിൽ തന്നെ അയാൾ പറയുന്നത് കേട്ടോളിൻ, തൂങ്ങൽ വയ്യേ മറ്റുള്ള നോമും ഇംബിതം തന്നെ. തൂങ്ങി ഉറക്കമല്ലാത്ത എല്ലാ ഉറക്കം കൊണ്ടും ഉളു മുറിയുമെന്നാണ്. അല്ല, തൂങ്ങി ഉറക്കം കൊണ്ട് മുറിയാത്തതുപോലെ ഇരിപ്പിടം ഉറപ്പിച്ചിരുന്ന് ഉറങ്ങിയവൻ്റെ ഉറക്കം കൊണ്ടും ഉളു മുറിയുകയില്ല. നിങ്ങളെ ശൈഖിന് സംബന്ധമായ വിവരമില്ല. വസവാലു അഖ്ലിൻ ബിസുക്രിൻ ഔ ജുനൂനിൻ ഔ ഇഗ്മായിൻ ഔ നൗമിൻ. ബുദ്ധിയുടെ വകതിരിവ് നിങ്ങൾ ഒന്നുകിൽ മസ്തടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭ്രാന്ത് കാരണം, അല്ലെങ്കിൽ ബോധക്ഷയമായി, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി. വഖറജ ബിസവാലിൽ അഖ്ലി,
ബുദ്ധിയുടെ വകതിരിവ് നീങ്ങൽ കൊണ്ടാണ് ഉളു മുറിയുക എന്ന് പറഞ്ഞാൽ അന്നുആസു തൂങ്ങി ഉറക്കം. നിങ്ങളെ ഷെയ്ഖ് പറഞ്ഞല്ലോ തൂങ്ങൽ കൊണ്ട് ഉളു മുറിയുകയില്ല. വമിൻ അലാമത്തിൻ നുആസി സമാഉ കലാമിൽ ഹാദിരീന വഇല്ലം യഫ്ഹംഹു. എന്താണ് ഈ തൂങ്ങി ഉറക്കം? എന്താണ് ഈ തൂങ്ങി ഉറക്കം എന്ന് പറഞ്ഞാൽ അത് പരിസരത്തുള്ള ആൾക്കാർ സംസാരിക്കുന്നതൊക്കെ കേൾക്കും, അത് തിരിയണമെന്നില്ല, അത് കേൾക്കും. ആ രൂപത്തിലുള്ള ഉറക്കത്തെയാണ് തൂങ്ങി ഉറക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉളു മുറിയില്ല എന്ന് മാത്രമല്ല, നിങ്ങളെ ഷെയ്ഖ് പറഞ്ഞത് തൂങ്ങൽ വയ്യ മറ്റുള്ള നോമ്പ് കൊണ്ട് മറ്റുള്ള ഏത് ഉറക്കം കൊണ്ടും ഉളു പോകുമെന്നാണ്. അല്ല, ലാ സവാലുഹു ബിന്നൗമിൻ ഖായിദിൻ മുമക്കിനിൻ മഖഅദഹു മിൻ മഖരിഹി. ഇരിക്കുന്ന ഇരിപ്പിടം ആ സ്ഥാനത്തെ അവൻ ഇടമാക്കി ഉറപ്പിച്ച് ക്ലിയർ ചെയ്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ലി അംനി ഖുറൂജി ഷൈഇൻ ഹീനഇദിൻ മിൻ ദുബരിഹി വലാ ഇബ്റത ബി ഇഹ്തിമാലി ഖുറൂജി റീഹിൻ മിൻ ഖുബലിഹി. അവൻ്റെ പിന്തുവാരത്തിൽ നിന്ന് ഒന്നും പോകാൻ ഒരു വകുപ്പുമില്ല. ആ രൂപത്തിലാണ് അവൻ്റെ ഇരുത്തം. ആ ഇരുത്തം കൊണ്ട് ഉളു മുറിയില്ല. ഇനി അവൻ്റെ മുൻദ്വാരത്തിൽ നിന്ന് വല്ലതും പോയോ ഇല്ലയോ അങ്ങനെ പല സംശയങ്ങൾ വന്ന് അതിന് യാതൊരു പരിഗണനയും വേണ്ട. വലാ ഇബ്റത ബി ഇഹ്തിമാലി ഖുറൂജി റീഹിൻ മിൻ ഖുബലിഹി. അപ്പോൾ അവൻ്റെ ഇരിപ്പിടത്തെ ഉറപ്പിച്ചിരുന്ന് ഉറങ്ങിയാൽ അതുകൊണ്ട് ഉളു മുറിയില്ല. എത്രത്തോളം അവൻ ചാരിയിരുന്നു അല്ലെങ്കിൽ അവൻ മുട്ടുകെട്ടിയിരുന്നു, വലൈസ ബൈന മഖഅദിഹി വ മഖരിഹി തജാഫിൻ, അതിൻ്റെ ഇടയിലൊന്നും വിടവുകളൊന്നുമില്ലെങ്കിൽ ഉളു മുറിയില്ല. വയന്തഖിലു ഉളൂഉ മുംകിനിൻ ഇൻദബഹ ബഅദ സവാലി അൽയതിഹി അൻ മഖരിഹി. ഉളു മുറിയുന്നത് എപ്പോഴാണ്? ഈ മുംകിൻ്റെ ഉളു മുറിയുന്നത് എപ്പോഴാണ്? അയാൾ ഉണർന്നു നോക്കുമ്പോൾ അയാൾ ഇരുന്ന സ്ഥലത്തല്ല അയാൾ ഉള്ളത് എങ്കിൽ സംഗതി പ്രശ്നമാണ്. ലാ ഉളു ഷാക്കിൻ ഹൽ കാന മുംകിനൻ ഔ ലാ. ആ സംശയിക്കുന്നവന്റെ ഉളു മുറിയുന്നില്ല. ഔ ഹൽ സാലത്ത് അൽയതുഹു ഖബലൽ യഖ്ലതി ഔ ബഅദഹാ വതയഖുനു റുയ മഅ അദമി തദക്കുരി നൗമിൻ ലാ അത്ര ലഹു. സംഗതി ഞാൻ സ്വപ്നം കണ്ടല്ലോ, ഉറങ്ങിയതായിട്ട് യാതൊരു വിവരവുമില്ല, ഒരു അറിയലുമില്ല. ഇങ്ങനെ തുടങ്ങിയുള്ള മസലകളെല്ലാം കിട്ടണമെങ്കിൽ നിങ്ങളെ ഷെയ്ഖിൻ്റെ 2 വരി കൊണ്ട് എവിടെയും എത്തൂല. അയാൾ ഇനി 2000 പേര് പറഞ്ഞാലും എവിടെയും എത്തൂല. അപ്പോൾ മുൻദ്വാരത്തിൽ നിന്ന് വല്ലതും പോയോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പറയാൻ മഹാന്മാർ പറയുന്നു. അന്നഹു നാദിറുൻ, അത് അപൂർവമായ സംഭവമാണ്. ലിഖൗലി അനസ് റളിയല്ലാഹു അൻഹു കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യനാമൂന സുമ്മ യുസല്ലൂന വലാ യതവല്ലഊൻ. സഹാബാക്കൾ ഉറങ്ങാറുണ്ട്, അവർ എഴുന്നേറ്റ് നിസ്കരിക്കാറുണ്ട്. ഈ ഹദീസ് വെച്ചുകൊണ്ടാണ് മുജാഹിദിൻ്റെ ഒരു വാദമുണ്ട്, അവർ ഉറങ്ങിയാലും അവർക്ക് ഉളു, അവർക്ക് പല വാദങ്ങളും ഉള്ളതാണ്, അത് അവിടെ ഇരിക്കട്ടെ. വഫീ റിവായത്തിൽ ലി അബീ ദാവൂദ യനാമൂന ഹത്താ തഖ്ഫിഖ റൂസുഹുമുൽ അർള. അബൂദാവൂദിൻ്റെ റിപ്പോർട്ടാണ്. എങ്ങനെയാണ് അവർ ഉറങ്ങുന്നത്? അവരിങ്ങനെ ഉറങ്ങി ആടി അവരുടെ തല ഭൂമിയിലേക്ക് മുട്ടുന്ന രൂപത്തിൽ വരെ അവരാടും, എന്നിട്ട് അവർ എഴുന്നേറ്റ് നിസ്കരിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് മനസ്സിലായത് ഇരിപ്പിടം ഉറച്ചാൽ മതി, പിന്നെ മുൻദ്വാരം അവിടെ വിഷയം വരുന്നില്ല എന്ന് മഹാന്മാർ അതിന് തെളിവ് വെച്ചുകൊണ്ട് ഈ ഹദീസ് ഉദ്ധരിക്കുന്നതായി കാണാം. പിന്നെ മുംകിൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഖറജ ബിഹ മാലൗ നാമ ഖായിദൻ വൈറ മുതമക്കിനിൻ ഔ നാമ ഖായിമൻ ഔ നാമ അലാ ഖഫാഹു വലൗ മുതമക്കിനൻ ബി അൻ അൽ സഖാ. അപ്പം ഇരിപ്പിടത്തെ ഉറപ്പിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇരിക്കണം. നേരെ മറിച്ചുകൊണ്ട് ഒരാൾ നിന്നുറങ്ങി, അവൻ്റെ പിന്തുവാരത്തിൽ നിന്നൊന്നും പോകാത്ത എല്ലാ സെറ്റപ്പും ചെയ്ത് നിന്നുറങ്ങിയാൽ അത് പറ്റൂല. അല്ലെങ്കിൽ അയാൾ മലർന്ന് കിടന്നുറങ്ങുകയാണ്. ഈ ഉറങ്ങുന്ന സമയത്ത് ഒന്നും പുറത്തു പോകാത്ത വിധം അയാൾ അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും പറ്റൂല. ഇങ്ങനെ തുടങ്ങിയുള്ള മസലകളൊക്കെ തിരിയണമെങ്കിൽ നിങ്ങളെ ഷെയ്ഖിൻ്റെ 2 വരി കൊണ്ടും മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അവരെ ഷെയ്ഖിനെ ഒന്ന് ഉയർത്തിക്കാണിക്കാൻ വേണ്ടി, അവരെ ഷെയ്ഖിൻ്റെ 2 വരി ഒന്ന് പറയാൻ വേണ്ടി ഫുഖഹാക്കളെ ഗ്രന്ഥങ്ങളെ തരം താഴ്ത്തുന്ന രൂപത്തിലാണ് അവരുടെ പ്രഭാഷണങ്ങൾ നടക്കുന്നത്. അപ്പം പറഞ്ഞു വരുന്നത് ഈ നിങ്ങളുടെ ഷെയ്ഖിൻ്റെ ഈരടികളെ കൊണ്ട് അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളാണ്. അബയാള് സുന്നത്ത് അയാൾ പറഞ്ഞത് എവിടെ എത്തിയിട്ടില്ല. അബയാള് സുന്നത്ത് അയാൾ പറഞ്ഞിട്ട് പൂർത്തിയായിട്ടില്ല. അതുപോലെ തന്നെ മറ്റെന്തെല്ലാം വിഷയങ്ങളുണ്ടതിൽ പറയാം. പിന്നെ അയാൾ പറഞ്ഞു വന്ന് അവസാനം ഒരു സത്യം അയാൾ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മുന്തിയ 2 ഫർളിൻ ഹുക്കുമ മൊയിലാക്കളോട് ഉങ്കൾ കേൾപ്പിൻ തരമാ. സക്കാത്തും ഹജ്ജും ഞാനിപ്പോൾ പറയുന്നില്ല, അത് നിങ്ങൾ മുസ്ലിയാക്കന്മാരോട് ചോദിച്ചാൽ മതി. വളരെ നന്നായി. അതും കൂടെ പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ പണി കൂടിയേനെ.
എൻ്റെ അയാളത് പറയാതിരിക്കാൻ കാരണം തരമാൽ ഇതിൻ്റെ മസാലകൾ ചൊല്ലാൻ ശരിയായ ആവേശം ആമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹജ്ജും സക്കാത്തൊക്കെ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് ഹജ്ജിന് പോകുമ്പോൾ പഠിച്ചാൽ പോരെ, സക്കാത്ത് കൊടുക്കുമ്പോൾ അങ്ങ് പഠിച്ചാൽ പോരെ. പിന്നെന്താ നിങ്ങൾ ഈ തേമം പറയാത്തത് എന്തേ? അത് തേമത്തിൻ്റെ അവസരം വരുമ്പോൾ പറഞ്ഞാൽ പോരെ അല്ലേ? തേമം ഇയാൾ പറയാത്തത് കൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ തേമത്തിൻ്റെ പ്രശ്നമായത്. ഒരു സ്ത്രീ മരണപ്പെട്ടു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ആ സഹോദരിയെ കുളിപ്പിച്ചത് ഇവരെ തരീഖത്തിൽപ്പെട്ട ഏതോ ഒരു മുരീച്ചിയാണ്. അപ്പോൾ അവരെ കുടുംബത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ തേമം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഇവരിതിനെ പറഞ്ഞു വരുത്തി നമ്മുടെ മുരീച്ചി കുളിപ്പിച്ചത് കൊണ്ട് കുളി ശരിയാകാത്തതിൻ്റെ പേരിലാണ് അയാൾ തേമം ചെയ്യാൻ പറഞ്ഞത്. വിവരക്കേടെന്നല്ലാതെ എന്ത് പറയാനാണ്? കുളി ശരിയായില്ലെങ്കിൽ ഒന്നുകൂടെ കുളിപ്പിക്കുകയാണ് വേണ്ടത്. തേമം ചെയ്യാൻ അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണമുണ്ടായാലാണ് തേമം ചെയ്യേണ്ടത്. അപ്പം ഇവർക്ക് തേമം എന്താണെന്ന് പോലും അറിയില്ല. മാത്രമല്ല ഇവരെ ഷെയ്ഖ് തേമത്തെ തൊട്ടിട്ടുമില്ല. അതുപോലെ കസറും ജമ്മും അയാൾക്ക് അതിനെക്കുറിച്ച് വിവരവും ഇല്ല. അതുപോലെ തന്നെ ഹുഫ തടകൽ, അങ്ങനെ എത്രയെല്ലാം മസലകളാണ്. ഇയാൾ കുറച്ച് കാര്യങ്ങൾ നിസ്കാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ നോമ്പൊന്ന് തോണ്ടിയിട്ട് പോയി. ഉസുലും അതുപോലെ തന്നെ ഉസുലിനെ കുറിച്ചൊന്ന് പറയാനുണ്ട്. കുളിയെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വിഷയം പിന്നീട് ഞാൻ സംസാരിക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇയാൾ പറഞ്ഞത് എവിടെയും എത്തുകയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഇയാളുള്ള കാലഘട്ടങ്ങളിൽ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ശേഖന്മാരും കുത്തുബീങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്നൊക്കെ പറയുന്ന കാലഘട്ടങ്ങളിൽ അന്നൊക്കെ നമ്മുടെ നാട്ടിൽ മയ്യത്ത് നിസ്കാരം പള്ളിയിൽ കയറ്റാതെ പള്ളിയുടെ മുമ്പിൽ ഈ ഓല വിരിച്ചുകൊണ്ട് കിടു വിരിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ മയ്യത്ത് വെച്ച് അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് മയ്യത്ത് കട്ടിൽ വെച്ച് നിസ്കരിക്കലാണ്. പിന്നെ ബീച്ചേക്വ എന്ന് പറയുന്ന പണ്ഡിതൻ നമ്മുടെ നാട്ടിൽ വന്ന് ബഹളമുണ്ടാക്കി കിതാബുകളൊക്കെ കാണിച്ച് റബ്ബിൻ്റെ തൗഫീഖോടുകൂടെ ആ മഹാൻ വന്നത് മുതലാണ് എങ്ങോട്ട് കയറുന്നത്? പള്ളിയിലേക്ക് മയ്യത്ത് കയറ്റാൻ തുടങ്ങുന്നത്. കാരണം ഇവർക്കെന്ത് മസല അറിഞ്ഞിട്ടാണ്? ആ കാലഘട്ടം തൊട്ട് തന്നെ ഇല്ല, പിന്നീട് ആ കയറ്റാൻ തുടങ്ങിയത്. മാത്രമല്ല അന്നും ഇന്നുവരെ നമ്മുടെ നാട്ടിൽ വിശ്വസിച്ചു പോരുന്ന മസലക്കെതിരായ ചില വിഷയങ്ങൾ നിങ്ങൾ നോക്കൂ. കാരണം ഇന്ന് നമ്മൾ അവരോട് പറയുമ്പോൾ പണ്ട് നാളെ നമ്മളങ്ങനെ ചെയ്തു വരാറുണ്ട് എന്നാ പറയൽ. എന്താണ്? കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നോ നമ്മുടെ ദ്വീപുകാരൻ 30 നോമ്പ് പിടിച്ച് പൂർത്തിയായി. അയാൾ ദ്വീപിലേക്ക് വന്നു. പക്ഷേ അന്ന് ദ്വീപിൽ എന്തില്ല, പെരുന്നാളായിട്ടുമില്ല. അപ്പോൾ അവിടെ എന്താ മസല? ഇയാൾ നോമ്പ് പിടിക്കുകയാണോ വേണ്ടത്, അല്ല ഇയാൾ നോമ്പ് പിടിക്കാതിരിക്കുകയാണോ വേണ്ടത്? ഈ മസലയെ സംബന്ധിച്ച് ഫുഖഹാക്കൾ പറയുന്നത് എന്താണ്, മഹാന്മാർ പറയുന്നത് എന്താണ്? അയാൾ നോമ്പ് പിടിച്ചേ പറ്റൂ. അപ്പോൾ 31 നോമ്പാവില്ലേ? ഇല്ല, അയാൾക്ക് 31 നോമ്പ്. അയാൾ എവിടെയെങ്കിലും പിടിച്ചു വന്നൊന്നും ഇവിടെ കണക്കിൽ കൂട്ടൂല. 31 ചിലപ്പോൾ 32 ആയാൽ പോലും പിടിക്കൽ നിർബന്ധമാണ്. പിടിച്ചില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. ഈ മസലയാണ് കിതാബുകളിലൊക്കെ പഠിപ്പിക്കപ്പെടുന്നത്. അതിന് എതിരെ നമ്മൾ പറയുന്ന സമയത്ത് അതിനെതിരെ പല ആൾക്കാരും പറയുന്നേ നോമ്പ് പിടിക്കേണ്ട ആവശ്യമില്ല, 31ാമത്തെ നോമ്പില്ലല്ലോ, ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30 ഉള്ളൂ. ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങൾ പറയുന്നു. അന്ന് തൊട്ട് പറയുകയാണ്. മാത്രമല്ല ഏതാണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഈ കുത്തുബും ഷെയ്ഖും ഗൗസും ഒക്കെ ഉള്ള കാലഘട്ടത്ത് നമ്മുടെ നാട്ടിൽ പെരുന്നാളിൻ്റെ മാസം കാണാൻ വേണ്ടി കടപ്പുറത്ത് പോയി നിന്നപ്പോൾ മഗ്രിബ് വാങ്ങ വിളിക്കുന്നതിന് ഏതാനും സമയം മുമ്പ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മാസം കണ്ടുവത്രേ. മാസം കണ്ടപ്പോൾ ഏതോ ഒരു ജാഹില് വിളിച്ചു പറഞ്ഞു, ഇതാ പെരുന്നാളിൻ്റെ മാസമാണ്, എല്ലാവരും നോമ്പ് മുറിച്ചു കൊള്ളുക, സൂര്യൻ അസ്തമിക്കുന്നത് ബാങ്ക് കൊടുക്കുന്നത് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറേ ആൾക്കാരെ നോമ്പ് മുറിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവരോട് നമുക്ക് തിരിച്ച് മസല അവരെ പഠിപ്പിക്കാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ മതി. അത് പെരുന്നാളിൻ്റെ മാസം കാണാൻ പോയതാണ്. ഇനി റമളാന്റെ മാസം കാണാൻ വേണ്ടി പോയി നിൽക്കുമ്പോൾ മഗ്രിബിന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ മാസപ്പറ കണ്ടാൽ അയാൾക്ക്, കാരണം മഗ്രിബ് വാങ്ങി കൊടുത്തിട്ടില്ല, സമയമായിട്ടില്ല എങ്കിൽ അത്രയും സമയം റമളാൻ ആയതുകൊണ്ട് ഇയാൾക്ക് ഇംസാക്കിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല എന്ന മസലയാണെങ്കിൽ ആ മസല തന്നെയാണ് അപ്പുറത്തുമുള്ളത്. മസല ഒന്നും അറിയാതെ ഏതെങ്കിലും ശേഖന്മാരും ഏതെങ്കിലും തരീഖത്തുകാരും എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുന്നു എന്ന് വിചാരിച്ച് അതിൻ്റെ പുറകെയല്ല നടക്കേണ്ടത്. നോക്കൂ, നമ്മുടെ നാട്ടിലെ കാതുകുത്ത് സോവനീർ 2011 പേജ് 22. ആ വിഷയത്തെ ഇവരുടെ ഷെയ്ഖിലേക്ക് തട്ടിച്ചുകൊണ്ട് ഷെയ്ഖിനെ ഒന്ന് ഉയർത്താൻ പോകുന്നു. നോക്കൂ, ആ മഹാനുഭാവൻ
അഥവാ AI മുത്ത് അവിടെ നിലനിന്നിരുന്ന നമ്മുടെ ആന്ധ്രോത്തിൽ സ്ത്രീകളുടെ മേൽക്കാതുകുത്ത് പോലുള്ള ദുരാചാരങ്ങൾ, മറ്റൊരു പുസ്തകത്തിൽ വെറും കാത് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇതിൽ മേൽക്കാതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. മേൽക്കാതുകുത്ത് പോലുള്ള ദുരാചാരങ്ങൾ, അപ്പം അത് ദുരാചാരമാണ്. അതിനെതിരെ ശക്തിയായി നിലകൊണ്ടു മുത്ത്. തുടർന്നുണ്ടായ വാഗ്വാദങ്ങളും ഖണ്ഡനങ്ങളും ചില പണ്ഡിതന്മാരെയും നേതാക്കളെയും പ്രകോപിപ്പിച്ചു. തത്ഫലമായി പല ദുരാരോപണങ്ങളും കള്ളക്കേസുകളും നേരിടേണ്ടതായി വന്നു ഷെയ്ഖിന്. എന്നാൽ മുൻഗാമികളായ പണ്ഡിത നേതാക്കളെ മാതൃകയാക്കി അവകളെയെല്ലാം അതിജീവിച്ചുവെന്ന് മാത്രമല്ല, എതിർചേരിയിൽ നിന്നിരുന്ന പലരും തിരുസവിധത്തിൽ വന്ന് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. അപ്പം ഇവരുടെ ഷെയ്ഖ് വല്ലാത്ത യുദ്ധം ചെയ്ത് കാതുകുത്തിനെതിരെ. കാരണം എന്താ? ദുരാചാരമാണ്. അതിനെതിരെ വല്ലാതെ യുദ്ധം ചെയ്ത് പ്രശ്നമായി വാക്കുവാദമായി കേസായപ്പോൾ ഇയാളെ മേൽ കേസും കൂട്ടവും പ്രശ്നങ്ങളും കോടതിയും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന അത് ഇതിൻ്റെ പേരിൽ എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അവസാനം അന്ന് എതിർ താലിമീങ്ങളിൽ പലരും വന്ന് മാപ്പ് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ കൊമ്പത്ത് കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. അപ്പം ഇതിനു വേണ്ടി മറുപടി കാണണമല്ലോ. ഞാൻ കിതാബുകളൊക്കെ പരിശോധിച്ച് ഹദീസുകളൊക്കെ എടുത്ത് ഏകദേശം അതിന് റെഡിയാക്കി വന്നപ്പോൾ ഒരു തവണ ഇവരുടെ സോവനീർ, കാരണം ഈ പറഞ്ഞത് 2011 സോവനീറാണ്. ഈ സോവനീർ ഞാൻ ഒന്നുകൂടെ ആ ഭാഗം നോക്കിയപ്പോൾ പെട്ടെന്ന് മറിച്ച് എത്തിയത് എവിടെയാണ്? 27ാമത്തെ പേജ. ഇത് ഈ കാതുകുത്ത് പറയുന്നതോ 22ാമത്തെ പേജ. അപ്പോൾ ഒരു 5 കടലാസ് ഒന്നുകൂടെ മറിച്ചു കഴിഞ്ഞാൽ ഐഷയുടെ മുത്തിന് അവരുടെ കുഞ്ഞാടുകൾ മറുപടി പറയുന്നത് കേട്ടോളിൻ. ഏറ്റവും പ്രബലമായ അഭിപ്രായം കാതുകുത്ത് അനുവദനീയമാണെന്നതാണ് മുഗ്നി എന്ന് പറയുന്ന കിതാബല്ല ഇപ്പോൾ ഇവിടെ തെളിവുള്ളത്. ഇവരുടെ ആ ഗ്രന്ഥം തന്നെയാണ് നമ്മൾ തെളിവായത് കൊണ്ട് ഞാനത് മലയാളത്തിൽ വായിച്ചതാണ്. നോക്കൂ, ഇവർ തന്നെ പറയുന്നു. ഇവരെന്താ ദുരാചാരമായത് കൊണ്ടാണ് അവരുടെ ബാനി ഷെയ്ഖ് അതിനെ എതിർത്ത് പ്രശ്നമുണ്ടായത്. എന്നിട്ട് കാലങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവർ പറയുന്നു ഞങ്ങളുടെ ഷെയ്ഖിന് തെറ്റുപറ്റിയതാണ്, ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് കാതുകുത്ത് അനുവദനീയമാണ്. തീർന്നിട്ടില്ല. ചുരുക്കത്തിൽ സ്വഹാബിയത്തുകളായ സ്ത്രീകൾ അവരുടെ കാതിലും കഴുത്തിലുമുള്ള ആഭരണങ്ങൾ ദാനം ചെയ്ത സംഭവവും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഉമ്മു സർഇന്റെ ഹദീസും കാത് കുത്തി ആഭരണം ധരിക്കുന്ന സഹാബിയത്തായ സ്ത്രീകളുടെ ജീവിത രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അത് ദീനിൽ പാപകരമായിരുന്നുവെങ്കിൽ കുഞ്ഞാടുകൾ പറയുകയാണ്, ഷെയ്ഖിന് മറുപടി പറയുകയാണ്. ഷെയ്ഖ് പറഞ്ഞതുപോലെ അത് ദുരാചാരമാണെങ്കിൽ, അത് ദീനിൽ പാപകരമായിരുന്നെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഭാഗത്ത് നിന്ന് അതിനെ വിരോധിച്ചു കൊണ്ടുള്ള വിധി വരുമായിരുന്നു. അത് വന്നിട്ടില്ല. 2011 127ാമത്തെ പേജ് സോവനീർ. ഞാൻ കുന്നത്തേരി കോട്ടാർ തെരീക്കത്തുകാരോട് പറയുന്നു, ആ ഭാഗം ഇത് ദീനിൽ പാപകരമായിരുന്നെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഭാഗത്ത് നിന്ന് അതിനെ വിരോധിച്ചു കൊണ്ടുള്ള വിധി വരുമായിരുന്നു, അത് വന്നിട്ടില്ല എന്ന അത്രയും ഭാഗം നിങ്ങളെ ഷെയ്ഖിൻ്റെ മക്ബറിൻ്റെ ചുറ്റും എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഒരു 101 വട്ടം അവിടെ ആവർത്തിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇവർ പറയും ഈ ഹദീസും ഈ വിഷയങ്ങളുമൊക്കെ മേൽക്കാതും താഴ്ക്കാതൊന്നുമല്ല. ശരിക്കും നോക്കിക്കോളീം. നിങ്ങൾ പറയുന്നത് നിങ്ങളെ ഷെയ്ഖ് ഇതിനെ എതിർത്ത് പ്രശ്നമുണ്ടായി, കേസുണ്ടായി, ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായി എന്നല്ലേ പറയുന്നത്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ വകുപ്പില്ല. കാരണം നിങ്ങളെ ഷെയ്ഖ് അതിനെ പരിപൂർണമായും അനുകൂലിക്കുന്ന ആളാണ്. മേൽക്കാതിനെയും അനുകൂലിക്കുന്നു, കീക്കാതിനെയും അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തട്ട് കാത് ഇത് രണ്ടിനെയും അയാൾ പരിപൂർണമായും അതിൽ സ്വർണം വിടുന്നത് കൊണ്ടോ അത് ഓട്ടയുണ്ടാക്കുന്നത് കൊണ്ടോ തെറ്റില്ല എന്നത് അയാളെ വാദമാണ്. ചിലപ്പോൾ അങ്ങനെ വാദം വന്നപ്പോൾ ചില ഗ്രന്ഥങ്ങളിലൊക്കെ അത് സംബന്ധമായ ചർച്ചകളുണ്ട്. അന്നത്തെ പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുണ്ടാകും. അങ്ങനെയായിരിക്കണം. തല തിരിച്ച് പറയലാണ് ഇവരുടെ ജോലി. നിങ്ങൾ നോക്കൂ, ഇയാളെ കല്യാണപ്പാട്ടെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ഇയാളുണ്ടാക്കിയ കല്യാണപ്പാട്ട്. അതിൽ അയാൾ പറയുന്നു, പൊങ്കുന്നേ മാണി മാറിൽ മിനുസമാല
പുരണ ആലിക്കത്തും മണിക്കാതില. കണ്ട, കാത് എന്ന് പറഞ്ഞാൽ തന്നെ മേൽക്കാതാണ്. കാത് എന്ന് പറഞ്ഞാൽ തന്നെ മേൽക്കാരാണ്. അതിൽ അലിക്കത്തിടണം. ആര്? പുതിയ പെണ്ണ് അലിക്കത്തിടണം. കാതിലെഞ്ഞാലി കൊമ്പവും കൂടും, മേദരമിൽ നെടുവിൽ അരഞ്ഞാണം, ആദര പാടകം സർപ്പിളി പോടും. മാത്രമല്ല ഈ പുതിയ പെണ്ണ് സർപ്പിളി കെട്ടണം, അതുപോലെ തന്നെ അരഞ്ഞാൻ കെട്ടണം. മാത്രമല്ല കൂട് എന്ന് പറഞ്ഞാൽ തട്ടിലേക്കിടലാണ്, അതൊക്കെ വേണം. അപ്പം മേൽക്കാതിലേക്കും വേണം കീഴ്ക്കാതിലേക്കും വേണം എന്ന് ഇയാൾ തന്നെ പാട്ടിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിന് ചിലപ്പോൾ അന്നത്തെ ആലിമ്യങ്ങൾ എതിർത്തിട്ടുണ്ടാകും. അതിനെ നേരെ തലകുത്തിയാണ് ഇവർ പറഞ്ഞപ്പോൾ എന്തായി? അവസാനം 2011 അവരുടെ ഷെയ്ഖിന് മറുപടി പറയാൻ അയാളെ കുഞ്ഞാടുകൾ ഇവിടെ ജനിച്ചു വരികയാണ്. എല്ലാം തലകുത്തി പറയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിൻ്റെ പുസ്തകമായാലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ പുസ്തകമായാലും ആ പുസ്തകങ്ങളിലൊക്കെയും AP ഉസ്താദിൻ്റെ പുസ്തകം, തരീഖത്ത് എന്ന് പറയുന്ന പുസ്തകം, ഇങ്ങനെയുള്ള ഈ പുസ്തകങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ അഹ്ലുകാര പുസ്തകങ്ങളൊക്കെ പരിശോധിച്ചാൽ അവർ പറഞ്ഞ ഒരു സത്യമായ ഒരു കാര്യത്തെ നേരെ ഇവർ വളച്ചൊടിക്കാൻ പോവുകയാണ്. എന്താണ് ആ സത്യം? കിതാബുൽ ഇബ്രീസ് പോലെയുള്ള കിതാബ് എടുത്തു നോക്കൂ. കാല ഷെയ്ഖ് അഹമ്മദുൽ ഫാസി തങ്ങൾ പറയുന്നു, അനി ഷെയ്ഖ് അബ്ദുൽ അസീസ് ദബ്ബാഗി തങ്ങളെ തൊട്ടാണ് മഹാൻ ഉദ്ധരിക്കുന്നത്. വലി ഷെയ്ഖ് തെർബിയത്തി അലാമാത്തുൻ ലാഹിറത്തുൻ. തെർബിയത്തിൻ്റെ ഷെയ്ഖാണെങ്കിൽ അയാൾക്ക് വ്യക്തമായി കുറേ അടയാളങ്ങളുണ്ട്. വഹി അൻ യകൂന സാലിമ സ്വദരി അലന്നാസി ലൈസ ലഹു ഫി ഹാദിൽ ഉമ്മത്തി അദുവുൻ. അവരുടെ ഹൃദയം വളരെ ക്ലിയർ ആയിരിക്കും. അവർക്ക് ഒരാളോടും ഒരു വെറുപ്പുണ്ടാവില്ല, അല്ലാപ്പയോടും വെറുപ്പുണ്ടാവില്ല, മറ്റാരോടും വെറുപ്പുണ്ടാവില്ല. ലോകത്ത് ഒരാളോടും അവരെ സംബന്ധിച്ച് ആരെന്ത് പറയട്ടെ പറയാതിരിക്കട്ടെ അവരെ കൽബിൽ ഒരിക്കലും വെറുപ്പുണ്ടാവില്ല. മാത്രമല്ല വാൻ യകൂന കരീമൻ ഇദാ തലബ്തഹു അതാക. അയാൾ മാന്യനായിരിക്കും. അയാൾ നീ എന്ത് ചോദിച്ചാലും അയാൾ കയ്യിലുണ്ടെങ്കിൽ അയാൾ തരും. വാൻ യുഹിബ്ബ മൻ നസാ ഇലൈഹി. അയാൾക്കെതിരെ പ്രസംഗിച്ചാലും അയാൾക്കെതിരെ നോട്ടീസ് ഇറക്കിയാലും അയാൾ ഒരിക്കലും അതിനെതിരെ കുരുക്കുയിൽ വരിക, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതൊന്നും അയാളെ വക്കലുണ്ടാവില്ല. അയാൾ യഥാർത്ഥ ഷെയ്ഖാണെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. അൻ ഖതായൽ മുരീദീന വമൻ ലം തകുൻ ലഹു ഹാദിഹിൽ അലാമത്തു ഫലൈസ ബിശൈഖിൻ. അതുപോലെ തന്നെ മുരീദന്മാർ എന്തെങ്കിലും പിഴവ് വരുമ്പോൾ അത് മാപ്പ് ചെയ്ത് കൊടുക്കും. അല്ലേ? ഞാനൊരാളെ പേര് പറയുകയാണ്. അബൂ സാലാഹ് ഉസ്താദ് എന്ന് പറയുന്ന ആള് ഇവരുടെ തെരീക്കത്തിൽ കുറേ കാലം ഇവരുടെ മുത്തിനെ ബയ്യത്ത് ചെയ്ത് നടന്ന് എത്രയോ സൈക്കിൾ ചവിട്ടി എത്രയോ കാലം ഇവരുടെ മഹദറിൽ പോവലും വരലും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. ആ വ്യക്തിയെ ഇവർ പൂർണ്ണമായും ഇപ്പോൾ വർജിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ പോയി അയാളുമായി ബന്ധപ്പെട്ട് നോക്കൂ, അയാൾ ഇപ്പോഴും കരയുകയാണ്. എന്തിനാ അയാൾ കരയുന്നത്? അയാൾ പറയുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. മാത്രമല്ല, ഞാൻ ഒരു തവണ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഖലീഫ് എന്നിവർ പറയുന്ന മെരിയമ്മയുടെ മുത്ത് അയാൾ എന്നെ വല്ലാതെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തു. എത്രയോ മറ്റു നാട്ടുകാരായ മറ്റു ദ്വീപുകാർ പരിസരത്തുണ്ടായിരുന്നു. ഞാനൊരു കാമാക്ഷരം മിണ്ടിയില്ല. അയാൾക്ക് മറുപടി പറഞ്ഞത് മറ്റുള്ളവരാണ്. അങ്ങനെ കപ്പലിൽ ഷെയ്ഖ് വല്ലാതെ ബഹളമുണ്ടാക്കുകയാണ്, ഒരു മുരീദിനെ വല്ലാതെ ആക്ഷേപിക്കുകയാണ്. ഇങ്ങനെയുള്ള ഷെയ്ഖന്മാരൊക്കെ എന്ത് മുറബിയാണ്. അൻ ഖതായൽ മുരീദീന വമൻ ലം തകുൻ ലഹു അരിഹിൽ അലാമാതു. ഇങ്ങനെയുള്ള അടയാളങ്ങളില്ലാത്ത ഫലൈസ ബി ഷെയ്ഖിൻ, അവർ ഷെയ്ഖൊന്നുമല്ല എന്ന് മഹാന്മാർ പറയുകയാണ്. അപ്പം നമ്മുടെ വിഷയം യഥാർത്ഥത്തിൽ എന്താണ്? ഒരു മുറബിയായ ഷെയ്ഖാണോ എങ്കിൽ അയാളെ കൽബിൻ്റെ ഉള്ളിൽ ഒരു കാരണവശാലും മറ്റുള്ളവരോട് വെറുപ്പുണ്ടാവുകയില്ല. യഥാർത്ഥ ഷെയ്ഖാണോ എങ്കിൽ മുരീദന്മാരുടെ തെറ്റുകളും പിഴവുകളും പൊറുക്കാനും മാപ്പ് ചെയ്തു കൊടുക്കാനും തയ്യാറാകും. എന്ന് മാത്രമല്ല, ഒരാളോടും അയാളെ കൽബിൽ വെറുപ്പുണ്ടാവില്ല. പക്ഷേ അയാളോട് പലർക്കും വെറുപ്പുണ്ടാവാം, അത് മറ്റൊരു വിഷയമാണ്. ഇതാണ് പൊതുവെ തരീഖത്തിൻ്റെ ആലിമീങ്ങളൊക്കെ എഴുതാറുള്ളത്, പറയാറുള്ളത്. അതിനെ നേരെ തലതിരിച്ചുകൊണ്ട് സോവനീർ 2011 88-ാമത്തെ പേജ് നോക്കൂ. ലോകത്ത് ഒരാൾക്കും ഷെയ്ഖിനോട് ശത്രുത ഉണ്ടാകാൻ പാടില്ലെന്നത് ശരിയല്ല. ഷെയ്ഖിന് ശത്രുക്കൾ ഉണ്ടാവും. ഓരോ പ്രവാചകന്മാർക്കും ഓരോ ഫിർഔനുള്ളതുപോലെ ഓരോ വലിയനും ഫിർഔനുണ്ടാകുമെന്ന് പണ്ഡിത മഹത്തുക്കൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ സുന്നത്തി ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ അവരൊക്കെ ഒന്ന് ഫിർഔനെന്ന് പറയണം. അതിനു വേണ്ടി സോവനീറുകാരൻ ചെയ്ത ഒരു കൈകടത്തലാണ് കണ്ടത്.
പച്ചക്കളവ് പറയുകയാണ്. പറഞ്ഞതിനല്ലേ മറുപടി പറയേണ്ടത്, അതിന് മറുപടി ഇല്ലാതെ വരുമ്പോൾ കൊഞ്ഞനം കാണിക്കുക എന്ന് പറഞ്ഞതുപോലെയാണ്. മറ്റൊരു തട്ടിപ്പ് നോക്കൂ. 2011 അതേ 88-ാമത്തെ പേജിൽ തന്നെ ജുറൈജ് റളിയല്ലാഹു അൻഹു തങ്ങൾ, ആ മഹാനവറുകൾ അള്ളാഹുവിൻ്റെ വലിയാണ് എന്നതിൽ തർക്കമില്ല, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ച വ്യക്തിത്വമാണ്. ആ മഹാനവറുകൾ ഏതോ ഒരു കാട്ടിൽ അവിടെ ഇബാദത്തുമായി കഴിച്ചുകൂടുകയാണ്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ഖൽവത്തുണ്ടാക്കി അവിടെ ഇങ്ങനെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജുറൈജ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉമ്മ വന്നു. മകനെ 2-3 പ്രാവശ്യം വിളിച്ചു. മകൻ നിസ്കാരത്തിലാണ്. അപ്പം നിസ്കാരം സലാം വീട്ടിയിട്ട് മറുപടി പറയാം എന്നുദ്ദേശിച്ച് നിസ്കാരം സലാം വീട്ടിയപ്പോൾ ഉമ്മ പോവുകയും ചെയ്തു. മകൻ്റെ മറുപടി കിട്ടാത്തതിൻ്റെ പേരിൽ ഉമ്മ മകനെതിരെ ദുആ ചെയ്യുകയും അതിൻ്റെ ഫലമായി കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും എല്ലാവർക്കും അറിയുന്നൊരു ചരിത്രമാണ്. ഇതിനെ വച്ചുകൊണ്ട് ഇവരെന്താ പറയുന്നത്, ജുറൈജ് ആലിമായ ഫഖീഹായിരുന്നെങ്കിൽ തൻ്റെ ഉമ്മാക്ക് മറുപടി കൊടുക്കലാണ് ഉത്തമമെന്ന് മനസ്സിലാക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഒരു വലിയാകാൻ ഫഖീഹാകണം എന്നില്ല, ഒരു വലിയാകാൻ ഫഖീഹാകണമെന്നില്ല. ഇത് ആർക്കാ മറുപടി പറയുന്നത്? പൊന്മള ഉസ്താദിനും AP ഉസ്താദിനും മറുപടി പറയുകയാണ്. അവർ പറഞ്ഞിട്ടുണ്ട് ഒരു വലിയാകാൻ വേണ്ടി ഫഖീഹാകണം, ഓതിപ്പടിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. മുറബ്ബിയായ ഷെയ്ഖിൻ്റെ വിഷയം വരുമ്പോഴാണ് ആ വിഷയങ്ങളൊക്കെ വരുന്നത്. ഖാലൽ ഇമാമു ശഅറാനിയു ഫീ മുഖദ്ദിമ മിനൽ കുബ്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ മഹാൻ പറയുന്നു, ഖദ് അജ്മ അശിയാഖു തരീഖി അല അന്നഹു ലാ യജൂസു ലി അഹദിൻ ലിതർബിയത്തിൽ മുരീദിന ഇല്ലാ ബഅദ തബഹുരിഹി ഫി ശരീഅത്തി വ ആലാതിഹാ. ശരീഅത്തിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ ശാഖാപരമായാലും അടിസ്ഥാനപരമായാലും സർവ്വ വിഷയങ്ങളും അറിയുന്നവരായിരിക്കണം ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ കമാ ദല്ല അലൈഹി സാദത്തു ഷാദുലിയത്തു, ഷാദുലി പണ്ഡിതന്മാർ നേതാക്കന്മാർ അങ്ങനെയാ പറയുന്നത്. അപ്പോൾ ഇവർ പറയും അത് ഷാദുലിയാക്കൾ പറയുന്നതല്ലേ, ഖാദിരിയ തരീഖത്തിൽ അങ്ങനൊന്നുമില്ല. ബിഹൈതു യഖ്തഉൽ ഉലമാ ഫി മജാലിസിൽ മുനാദിറത്തി ബിൽ ഹുജജിൽ വാലിഹത്തി. ഏത് പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർ ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യത്തിന് നല്ല മറുപടി പറഞ്ഞ് ആ പണ്ഡിതന്മാരെ മുട്ടുകുത്തിക്കാൻ സാധിക്കണം, അങ്ങനത്തെ ഇൽമ് ഉള്ളവനാകണം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. വഹാദൽ അംറു ഖദ് സാറ അഹ്ലുഹു ഫി ഹാദ സമാനി അസ്സ മിനൽ കിബ്രീത്തിൽ അഹ്മരി. ഇങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ്. ചുവന്ന മാണിക്കത്തെ പോലെ അത് കിട്ടാൻ പ്രയാസമായതുപോലെ ഇത് വളരെ പ്രയാസമാണ്. ഫഉലിമ അന്ന കുല്ല മല്ലം യസുലിക് ത്വരീഖ ലാ ഹാദിൽ ഖവായിദി ലാ യഖ്ദുറു അല തഖല്ലുഖ് ബിശൈഇൻ മിൻ അഖ്ലാഖി ഹാദൽ കിതാബ് വഖദ് ഖാലു മൻ ലയ്യഅൽ വുസൂല ഹറുമൽ വുസൂൽ. കണ്ടോ, ഉസൂൽ, അലിഫ് കൊണ്ട് ഉസൂൽ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ പാഴായിപ്പോയാൽ ഹറുമൽ വുസൂൽ, അള്ളാഹുവിലേക്ക് ചെന്നെത്തുന്ന കാര്യത്തിന് മുട്ടുവന്നു പോകും. ഏതായാലും പറഞ്ഞു വരുന്നത്, ഒരു ഷെയ്ഖായ മനുഷ്യൻ അയാൾക്ക് ഇൽമുണ്ടാവണം, അയാൾക്ക് ഇൽമുണ്ടായേ പറ്റൂ. ആ ഷെയ്ഖ് എങ്ങനത്തെ ഷെയ്ഖാണ്? മുറബ്ബി വാദം അയാൾക്കുണ്ടെങ്കിൽ, അയാൾ തെർക്കിയാണെന്ന് അയാൾ വാദിക്കുന്നുവെങ്കിൽ അയാൾക്ക് നിർബന്ധമായും ഇൽമുണ്ടായേ പറ്റൂ. ഇൽമുണ്ടായാൽ പോരാ, ഇൽമിൻ്റെ ബഹ്റായി മാറണമെന്നാണ്. എന്ന് മാത്രമല്ല അഹ്മദ് ളിയാഉദ്ദീൻ തങ്ങൾ പറയുന്നു, ഈ ഒരു ഷെയ്ഖിൻ്റെ ഷർത്ത്, ഒരുപാട് ഷർത്തുകളിൽ കാര്യമായ 5 ഷർത്ത് മഹാൻ പറയുന്നുണ്ട്. ഒന്ന് ദൗഖുൻ സരീഹുൻ, ഇൽമുൻ സഹീഹുൻ, ഹിമ്മത്തുൻ നാലിയ, ഹാലത്തുൻ മർദിയ, ബസീറത്തുൻ നാഫിദ. ഈ 5 ഷർത്ത് അനിവാര്യമാണ്. ഒന്നാമത് ദൗഖുൻ സരീഹുൻ, നല്ല വ്യക്തമായ നല്ല ബുദ്ധി കൂർമ്മതയുള്ള വ്യക്തിയായിരിക്കണം. നിങ്ങളെ ഷെയ്ഖ് പിന്നെ നല്ല ബുദ്ധിയുള്ള ആളാണല്ലോ. വ ഇൽമുൻ സഹീഹുൻ, ശരിയായ അറിവെന്ന് പറഞ്ഞാൽ പിന്നെ ആര് ചോദിച്ചാലും മറുപടി ഇല്ലാതെ ഇടങ്ങറാകാൻ പാടില്ല. സർവ്വതും ശരിക്ക് പറയണം. നിങ്ങളെ ഷെയ്ഖിന് 2 പേര് കൊണ്ടൊന്നും പോരാ, ശരിക്കുള്ള അറിവായിരിക്കണം. വ ഹിമ്മത്തുൻ നാലിയത്തുൻ, ഉയർന്ന മനക്കരുത്തുണ്ടാവണം. നിങ്ങളെ ഷെയ്ഖന്മാർക്കുണ്ടല്ലോ. ഈ സാധുവായ ഞാൻ വെല്ലുവിളിച്ചപ്പോൾ തന്നെ വിഷമിച്ചു പോയ നിങ്ങളൊരു ഹിമ്മത്ത്, പിന്നെ അങ്ങനെ ആലിയാവുക. വഹാനത്തും മർലിയത്തും, തൃപ്തികരമായ അവസ്ഥ. വല്ലാത്ത അവസ്ഥയാണ് നിങ്ങളെ ഷെയ്ഖന്മാരുടേത് അല്ലേ. ഞാൻ അവരെ എതിർത്തു എന്ന് വിചാരിച്ച് എന്നെ പാഠം പഠിപ്പിക്കാനും വേണ്ടി ഞാൻ ഇന്ന മഹല്ലത്ത് വന്നുകൊണ്ട് അവിടെ സ്ഥാനമേറ്റെടുത്തുകൊണ്ട് എന്നെ ഒന്ന് കൊച്ചാക്കാനും ചെറുതാക്കാനും പരിശ്രമിച്ച നല്ല ഒരു അവസ്ഥയാണ് നിങ്ങളെ ഷെയ്ഖന്മാരുടെ അവസ്ഥ. വല്ലാത്ത മനസ്സാണ്.
അപ്പോൾ ബസീറത്തുൻ നാഫിദ, ഫലപ്രദമായ ഉൾക്കാഴ്ച. പിന്നെ ഉൾക്കാഴ്ച പിന്നെ ശരിക്കുണ്ടല്ലോ. കൂരിക്കുഴിയിലേക്ക് വരുന്നതിന് മുമ്പ് ആ ആലുവായിൽ നിന്ന് ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് കൂരിക്കുഴിയിൽ എത്ര ആൾക്കാരുണ്ടാകുമെന്നൊന്നും അറിയില്ല. വണ്ടി നിറയെ അവരെ മാസികയും സോവനീറും കൊണ്ടുവന്ന് എല്ലാം അവസാനം തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്നു അല്ലേ? കാരണം ആ ഉൾക്കാഴ്ചയുടെ ശക്തിയാണത്. അവിടെ വന്നപ്പോൾ ആരുമില്ല. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, കുന്നത്തേരിയിൽ നടത്തപ്പെട്ട മുഖാമുഖം, ആ പരിപാടിയിലേക്ക് സ്റ്റേജിലേക്ക് വന്ന് ദുആ ചെയ്യാൻ പല പ്രാവശ്യവും ആ വ്യക്തിയോട് പലതും പറഞ്ഞെങ്കിലും അതിനൊന്നും തയ്യാറാകാത്ത ഖൽവത്തിലിരുന്ന ഷെയ്ഖ്, അയാൾ ഖൽവത്തിൽ നിന്ന് ഇറങ്ങൂല. ഇനി ഖൽവത്തിൽ നിന്ന് അയാൾ ഇറങ്ങണമെങ്കിലോ കുറേ സെക്യൂരിറ്റി ഉണ്ടാവണം, അതിന് കുറേ വാഹനത്തിൻ്റെ ഉടമ്പടി ഉണ്ടാവണം. അത് ഷംസിയാക്കളിൽ നിന്ന് കടമെടുത്തതാണ്. അങ്ങനെ നാട്ടിലേക്ക് വല്ലതും പോവുകയാണെങ്കിലോ ഇദ്ദയിരുന്ന പെണ്ണുങ്ങളെ, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ മറയിലച്ച പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ പൊതിഞ്ഞ് കെട്ടിയങ്ങ് കൊണ്ടുപോകണം. അങ്ങനെ തിരിച്ച് ഖൽവത്തിലിരിക്കുന്ന ഇയാൾ ഇപ്പോൾ ഖൽവത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് നമ്മളൊരു പ്രവർത്തനത്തിൻ്റെ ഫലമാണത്. എവിടെ വരെ വന്നു? ആലുവായിൽ ഷായറെ മുബാറക്കിൻ്റെ സ്റ്റേജിലേക്ക് അയാൾ വന്നു. ഞാൻ നിങ്ങളാളാണ്, നമ്മളാളാണ്, സുന്നിയാണ്, ഞാൻ AP ഉസ്താദിൻ്റെ ആളാണെന്ന് പറയാൻ വേണ്ടി അയാൾ വന്നു. അതുകൂടാതെ ഇയാൾ എവിടെ വന്നു? കൂരിക്കുടിയിലേക്ക് ഒരു പ്രാവശ്യം വന്നു, ലഭ്യനായിപ്പോയി. രണ്ടാമത്തെ പ്രാവശ്യം എപ്പോഴാണ് വന്നത്? സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ റമളാൻ മാസം 27-ാം രാവിന്. 27-ാം രാവെന്ന് പറഞ്ഞാൽ ഷെയ്ഖല്ലാത്തവർ പോലും ഖൽവത്തിലിരിക്കുന്നൊരു ടൈം അല്ലേ? അല്ലെങ്കിൽ അവരെന്തെങ്കിലും ദിക്റ് സലാത്ത് ഹൽക്കയിൽ പങ്കെടുത്തോ മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നൊരു ടൈം. ആ ടൈമിൽ ഇത്രയും കിലോമീറ്റർ താണ്ടിക്കൊണ്ട് കൂരിക്കുഴിയിലേക്ക് വന്നത് കമാലിയ സ്വലാത്തിൻ്റെ മജ്ലിസ് എന്നാണ് അവിടെ പറഞ്ഞതും അവിടെ എഴുതി വെച്ചതും. എന്നാൽ ഒരു പ്രാവശ്യം പോലും കമാലിയ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. അപ്പം അവിടെ വന്ന നേർച്ച കമാലിയ സ്വലാത്തിന് വേണ്ടിയാണ്, അവിടെ വന്ന പൈസ കമാലിയ സ്വലാത്തിന് വേണ്ടിയാണ്. കമാലിയ സ്വലാത്ത് ഒരു വട്ടം പോലും അവിടെ ചെല്ലാത്ത സ്ഥിതിക്ക് ആ വന്ന പൈസയുടെ വിധി എന്താണ്, ആ വന്ന നേർച്ചയുടെ വിധി എന്താണ് ഒന്ന് നിങ്ങൾ പറയേണ്ടതാണ്. അവിടെ വന്നു. പിന്നെ അവിടെ വന്ന് അവിടുത്തെ പാഠം കൊണ്ട് അനുഗ്രഹീതമായപ്പോൾ അവിടെ എന്തുണ്ടായി? കൂരിക്കുഴി മഹല്ല് കമ്മിറ്റി തമ്മിൽ ആകെ പ്രശ്നമായി ഇടങ്ങറായി തല്ലിപ്പിരിഞ്ഞു. അവിടുത്തെ സെക്രട്ടറിയെ സംബന്ധിച്ച് എന്തൊരു ആരോപണം വന്നു. ആ ആരോപണം പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ആ ആരോപണത്തിൻ്റെ പേരിൽ അയാളെ പുറത്താക്കി. അത് കാരണമായി പലരും രാജിവെച്ചു. ഇപ്പോൾ കൂരിക്കുഴി മഹല്ല് കമ്മിറ്റി ആകെ തകിടം പറഞ്ഞു നിൽക്കുകയാണ്. അത് ബഹുമാനപ്പെട്ടവരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായപ്പോൾ കിട്ടിയ ഏറ്റവും വലിയൊരു കറാമത്താണ്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ ഇയാളുടെ കല്യാണപ്പാട്ട്, ആരുടെ? ഈ ബാനി ഷെയ്ഖ് എന്ന് പറയുന്ന മുത്തിൻ്റെ കല്യാണപ്പാട്ട്. ആ കല്യാണപ്പാട്ടിൽ കാത് കുത്തണമെന്നോ തട്ടുകുത്തണമെന്നോ മാത്രമല്ല അയാൾ പറയുന്നത്. തനി തോന്നിവാസം അയാൾ എഴുതി വിടുന്നത് കണ്ടോളിയും. കസ്തൂരി വാസം കമളും മനയാറ കാണുവാൻ വേഗം എണുവിക്ക് പൊന്മാര. അഥവാ പുതിയാപ്പളെ വിളിക്കുകയാണ്. പുതിയാപ്പള, നീ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങണം. എങ്ങനെയാ ഒരുങ്ങേണ്ടത്? ബസ്തിയിൽ മെത്തേലി ബാസും തലൈക്കെട്ടും പലതും ശരിയായി എണുവിക്ക് പൊന്മാരാ. തലയെക്കെട്ടൊക്കെ ധരിച്ച് നല്ല ഉഷാറായി കുട്ടപ്പനായി വരിക. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി അയാൾ പറയാൻ പോകുന്ന തോന്നിവാസം നോക്കൂ. ഏറ്റവും വിലയുള്ള കസും ഹരീറുകൾ ഇശലാൽ ഉടുത്തിട്ട് എണുവിക്ക് പൊന്മാരാ. എങ്ങനെയാണ് പുതിയാപ്പള ഒരുങ്ങേണ്ടത്? പട്ട് ധരിച്ചു കൊണ്ടാണ് പുതിയാപ്പള ഒരുങ്ങേണ്ടത്. മാത്രമല്ല, മാറ്റേറും തങ്കത്താൽ ബൈരക്കൂറി ഹാത്തം വിരലിലാണ് നിട്ടെണിവിക്ക് പൊന്മാരാ. ഈ തങ്കമെന്ന് പറഞ്ഞാൽ പ്യൂർ സ്വർണമാണ്, ഒരു കലർപ്പുമില്ലാത്ത സ്വർണമാണ്. അങ്ങനത്തെ സ്വർണത്തെ ബൈരക്കല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് ആ സ്വർണവും കൂടെ അണിഞ്ഞുകൊണ്ട് നീ പുതിയാപ്പളയായിട്ട് വരാൻ. ഈ തോന്നിവാസത്തിന് മറുപടി പറയണ്ടേ? എന്നിട്ട് നിങ്ങൾ കേൾക്കൂ, ഇത് അയാൾ പറഞ്ഞു എന്ന് മാത്രമല്ല, ഇപ്പോഴുള്ള കോയ ഷെയ്ഖ് അടക്കമുള്ള എല്ലാവരും അംഗീകരിക്കുന്നതായി കാണാം. അതിൻ്റെ തുടക്കത്തിൽ ഒരു അറിയിപ്പ് കേട്ടോളിൻ. ഈ പാട്ടിൻ്റെ മൂലകൃതി ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടതിനാൽ പാട്ടിൻ്റെ നിലനിൽപ്പ് ഉദ്ദേശിച്ച് മനപ്പാടമുള്ളവരിൽ നിന്ന് കേട്ടെഴുതി പുസ്തകമാക്കിയതാകുന്നു. അതിനാൽ കേട്ടെഴുതിയതിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കറിയില്ല, രചയിതാവിനോട് ചേർത്ത് പറയരുത് എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. മുൻകൂർ ജാമ്യമാണ്. കേസില്ലാ വക്കീൽ പറഞ്ഞു കൊടുത്ത ഹിക്മത്തായിരിക്കും. സുബ്ഹാന ജല്ല ജലാലുഹു. നിങ്ങൾ നോക്കൂ, അപ്പം ഇതിൽ വല്ല തെറ്റുമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഞങ്ങളെ വലിയ ഷെയ്ഖിനെ കുറിച്ച് കുറ്റം പറയേണ്ട,
വലിയ ഷെയ്ഖ് ഇത് ആരാ ഇതിൻ്റെ രചയിതാവാരാ AI മുത്തുക എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അയാളെ ജനനമുണ്ട്, ജന്മസ്ഥലമുണ്ട്, പിതാവിൻ്റെ പേരുണ്ട്, മാതാവിൻ്റെ പേരുണ്ട്, അയാളെ സ്ഥാപനങ്ങളുണ്ട്, അയാളെ മരണമുണ്ട്, അയാളെ ഖബറുണ്ട്, ഒക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഇവരുടെ സ്ഥാപനത്തിൻ്റെ പരസ്യങ്ങളൊക്കെയുണ്ട്. മാത്രമല്ല അയാളുടെ മകനും ഇപ്പോൾ ഉള്ള ഷെയ്ഖിൻ്റെ അനുജനുമായ ഈ ഫضൽ എന്ന് പറയുന്ന KP ഫضൽ, അയാളാണ് ഇതിൻ്റെ പ്രസാധകനും. എന്നിട്ട് ഷെയ്ഖിനെ കുറിച്ച് പറയാൻ പിന്നെ ആരെക്കുറിച്ചാണ് പറയേണ്ടത്? അങ്ങനെ വല്ല അബദ്ധമുണ്ടെങ്കിൽ അബദ്ധമുള്ളതായി ഇതുവരെ അവർ കണ്ടിട്ടില്ല. അപ്പോൾ അവർ എന്തംഗീകരിച്ചു? പുതിയാപ്പളയാണെങ്കിൽ ഈ പട്ട് ധരിക്കണം, പുതിയാപ്പളയാണെങ്കിൽ സ്വർണ്ണമോതിരം ധരിക്കണം എന്ന വിഷയം അംഗീകരിച്ചു. അത് കാണുന്നില്ല അവർക്ക് തെറ്റാണെന്ന്. പിന്നെ എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചു? കാശിന് വേണ്ടി ഉണ്ടാക്കിയതാണോ? ഈ തോന്നിവാസങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനായി തലക്കെട്ടും കെട്ടി നടക്കുന്നത്? ആന്ത്രോത്ത് ദ്വീപിലെ ഉലമാക്കളോട് പറയുകയാണ്, മരിക്കണം. നിങ്ങൾ അവരെക്കുറിച്ച് പറയുമ്പോൾ അവർ വല്ല സിഹർ ചെയ്യുമെന്നുള്ള പേടിയാണോ? സിഹറിനേക്കാളും പേടിക്കേണ്ട അള്ളാഹുവിൻ്റെ ലയനത്താണ്. സിഹിർ എന്ന് പറഞ്ഞാൽ എന്താ? അറിയലപ്പോൾ ഫലിച്ചു പോവുകയാണെങ്കിൽ ഒരു ഭാഗം തളർന്നു പോകും, സംസാരം നിന്നു പോകും, കണ്ണിൻ്റെ കാഴ്ച പോകും. അങ്ങനെ അത് ചിലപ്പോൾ ഇവൻ്റെ മരണം സംഭവിക്കും. അതൊക്കെ അവിടെ ഷെയ്ഖിൻ്റെ കറാമത്താണെന്നൊക്കെ പറയും. അത്രേ സംഭവിക്കുകയുള്ളൂ. നേരെ മറിച്ച് അള്ളാഹിൻ്റെ ലയനത്തെങ്ങാനും സംഭവിച്ചു പോയാലോ നിന്റെ ആത്മീയത തകർന്നു പോകും, നിന്റെ തൗഹീദ് തകർന്നു പോകും, നിന്റെ ഈമാൻ തകർന്നു പോകും, നിനക്ക് ആഖിറം നഷ്ടമായി പോകും. അതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ഇദാ ലഹറത്തിൽ ബിദഉ ഫസക്കത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. പുതിയ പുതിയ ആശയങ്ങളുമായി ചില ശേഖന്മാർ രംഗത്ത് വരുമ്പോൾ അതിനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ തലയെക്കെട്ടുള്ള ആലിമേ, തലയെക്കെട്ട് കെട്ടിയാലുമില്ലെങ്കിലും ആലിമാണോ മുസ്ലിയാരാണോ അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അള്ളാഹിൻ്റെ ലയനത്തിനെ പേടിക്കുന്ന ഒരു മുസ്ലിയാർ എങ്ങനെയാണിത് കണ്ടാൽ മിണ്ടാതിരിക്കുക, സംസാരിക്കാതിരിക്കുക?